نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين كل الحوادث مبداها من النظر ومعظم النار من مستصغر الشرر كم نظرة فتكت في قلب صاحبها فتك السهام بلا قوس ولا وتر والمرء ما دام ذا عين يقلبها في أعين هو موقوف على الخطر يسر مقلته ما ضر مهجته لا مرحبا بسرور جاء بالضرر സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ അവൻ സംവിധാനിക്കുന്ന തണലല്ലാത്ത യാതൊരു തണലും ലഭ്യമാവാത്ത മഹ്ശറിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം മുഖേന തണൽ ലഭിക്കപ്പെടുന്ന മഹാന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഭാഗത്തെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങളെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തും വിധത്തിൽ നമ്മിലേക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ആക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വിഭാഗം ആളുകൾ, റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഇലാ നഫ്സിഹാ ഖാല ഇന്നി അഖാഫുല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തണൽ ലഭിക്കപ്പെടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഒരാൾ. ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ, സൗന്ദര്യവും അഴകും പദവിയും സ്ഥാനങ്ങളുമൊക്കെയുള്ള ഒരു സ്ത്രീ ആ മനുഷ്യനെ ക്ഷണിക്കുകയാണ് ഇലാ നഫ്സിഹാ, അവളുടെ ശരീരത്തിലേക്ക്, അവളുടെ ആഗ്രഹത്തിലേക്ക് ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യൻ പറഞ്ഞൊഴിഞ്ഞു മാറുന്നു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നവന് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണലുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്കറിയാം, മനുഷ്യ സഹജമായ വികാരങ്ങളിൽ, അവന്റെ ആഗ്രഹങ്ങളിൽ മുന്നിൽ നിൽക്കുന്നതാണ്. ഭൗതിക ലോകത്തുള്ള ഒട്ടേറെ കാര്യങ്ങളുമായി മനുഷ്യന്റെ മനസ്സ് ഉടക്കി നിൽക്കുകയാണ്. അല്ലാഹു തആല മനുഷ്യന്റെ ഈ പ്രകൃതിയെ നമ്മെ അറിയിച്ചിട്ടുമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്തു ആലി ഇംറാൻ, അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാം, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉദ് ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നത്, മനുഷ്യന് വളരെ അലങ്കാരമായി തോന്നിക്കപ്പെട്ട് കഴിഞ്ഞ ചില വസ്തുക്കളുണ്ട്. സുയ്യിന ലിന്നാസി മിനശ് ശഹവാതി, ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ പ്രത്യേകമായ താൽപര്യങ്ങൾ, അവന്റെ അഭിലാഷങ്ങൾ. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി, ഇച്ഛകളോടും ആഗ്രഹങ്ങളോടുമുള്ള സ്നേഹം മനുഷ്യനിൽ വളരെ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ദുന്യാവിലെ എല്ലാ അലങ്കാരങ്ങളും അതിൽ എണ്ണുന്നു. പക്ഷേ പ്രഥമമായി അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യനുള്ള ആവേശം, മനുഷ്യനുള്ള ആഗ്രഹം, മനുഷ്യനുള്ള അടങ്ങാത്ത മോഹം അവന്റെ മനസ്സിൽ ഏറ്റവും അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു, അത് അവനിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ എണ്ണിയിരിക്കുന്നത് മിനൻ നിസാ, സ്ത്രീകൾ എന്നതാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവന്റെ മനസ്സിലെ ആഗ്രഹം ഒരു സ്ത്രീ എന്നത് തന്നെയാണ് എന്നതാണ് നമ്മെ സൃഷ്ടിച്ച, ആണിനെയും പെണ്ണിനെയുമെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യവികാരത്തെ സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തറക്തു ബഅദീ ഫിത്നതൻ അദറ അല റിജാലി മിനൻ നിസാ. മാ തറക്തു, ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, വിട്ടേച്ചു പോകുന്നില്ല, ബഅദീ, എനിക്ക് ശേഷം, ഫിത്നതൻ, ഒരു ഫിത്നയും, ഒരു പരീക്ഷണവും, ഒരു കുഴപ്പവും. എനിക്ക് ശേഷം വരാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണ്? അത് അദറ അല റിജാൽ, പുരുഷന്മാർക്ക് ഏറ്റവും ഉപദ്രവമുള്ള പരീക്ഷണം, പുരുഷന് ഏറ്റവും വലിയ ഉപദ്രവമായി മാറാൻ പോകുന്ന കുഴപ്പവും പരീക്ഷണവും മിനൻ നിസാ, അത് സ്ത്രീകൾ മുഖേനയാകുന്നു. സ്ത്രീയെപ്പോലെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമുള്ള ഒരു സംഗതി വേറെ ഇല്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാണ് ക്ഷമാലുക്കളായ ആളുകൾക്ക്, ഈ മേഖലയിൽ നന്നായി ക്ഷമിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക്, തന്റെ ജീവിതത്തിലെ ലൈംഗികമായ ശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂല് സ്വർഗമാണ് പടച്ച റബ്ബിന്റെ വഹിയുടെ അടിസ്ഥാനത്തിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ യദ്മൻ ലീ മാ ബൈന റിജ്ലൈഹി വമാ ബൈന ലിഹ്യൈഹി ലമൻതു ലഹുൽ ജന്ന. മറ്റൊരു റിപ്പോർട്ടിൽ അദ്മൻ ലഹുൽ ജന്ന എന്നും കാണാം. മൻ യദ്മൻ ലീ, ആരുണ്ടെനിക്ക് വാക്ക് തരാൻ, ആരുണ്ടെന്നോട് കാത്തോളാം എന്ന് പറയാൻ, മാ ബൈന റിജ്ലൈഹി, അവന്റെ ഇരു കാലുകൾക്കിടയിലുള്ള ലൈംഗികാവയവത്തെ, വമാ ബൈന ലിഹ്യൈഹി, അവന്റെ ഇരു താടിയല്ലുകൾക്കിടയിലുള്ള അവന്റെ നാവിനെയും, ഇരു കാലുകൾക്കിടയിലുള്ള ലൈംഗികാവയവത്തെയും ഇരു താടിയല്ലുകൾക്കിടയിലുള്ള മനുഷ്യന്റെ നാവിനെയും ആര് ഞങ്ങൾ കാത്തോളാം, ഞങ്ങൾ സംരക്ഷിച്ചോളാം. അത് ഉപയോഗിക്കേണ്ടതല്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കില്ല. അത് അല്ലാഹുവിന് പൊരുത്തമുള്ളതിനു വേണ്ടിയല്ലാതെ ആ രൂപത്തിലുള്ള നിഅമത്തിനെ ഞാൻ ഉപയോഗപ്പെടുത്തൂല എന്ന് ആരെന്നോട് വാക്ക് നൽകുന്നുവോ, അദ്മൻ ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗവും വാക്ക് നൽകുന്നു, ഞാൻ അവന് സ്വർഗം ഓഫർ ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാൻ മാത്രം വളരെ ഗൗരവമായ പരീക്ഷണമാണത്.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് മനുഷ്യനതാ അവന്റെ എല്ലാ രൂപത്തിലുള്ള മോശമായ വികാരങ്ങളും ചിന്തകളും ഉണർന്നിരിക്കുന്ന കാലഘട്ടമാണ്. അത് ഉണർത്തിവിടാൻ വേണ്ടിയുള്ള എല്ലാ കുതന്ത്രങ്ങളെയും ഇബ്ലീസ് നന്നായി വിശ്രമമില്ലാതെ പ്രവർത്തിപ്പിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ പടച്ച റബ്ബിന്റെ പ്രത്യേകമായ തൗഫീഖ് നൽകപ്പെടുന്ന മഹാന്മാരുണ്ട്. ആ സന്ദർഭമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തന്റെ ജീവിതത്തിൽ അതാ ഒരു അനുഭവം ഉണ്ടാവുകയാണ്. ആ അനുഭവം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരാൾക്കുണ്ടാകുന്നത്? ഒരാളെ അതാ ഒരു സ്ത്രീ ക്ഷണിക്കുകയാണ്. തിന്മയിലേക്ക് ക്ഷണിക്കുന്നത് ഒരു പെണ്ണാണ്. ഈ ആൺ അങ്ങോട്ട് പോയി ആവശ്യപ്പെടുന്നതല്ല. ഒരു പെണ്ണ് ഒരാളെ ക്ഷണിക്കുന്നു എന്ന് സങ്കൽപ്പിക്കൂ. എങ്ങനെയുള്ള പെണ്ണാണ്? തെരുവിൽ നടക്കുന്ന വേശ്യയല്ല. ഏതെങ്കിലും രൂപത്തിൽ വിരൂപിണിയായ, കാണാൻ ഭംഗിയില്ലാത്ത മറ്റേതെങ്കിലും ന്യൂനതകളുള്ള പെണ്ണല്ല. വിളിക്കുന്ന പെണ്ണാരാണ്? ദാത്തുമൻസിബിൻ വജമാൽ, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. അതുപോലെ തന്നെ അധികാരവും പദവികളുമൊക്കെയുള്ള പെണ്ണാണ്. എന്തും ഒളിപ്പിച്ചു വെക്കാൻ കഴിവുള്ള പെണ്ണാണ്. ഒരാളും അറിയാൻ പോകുന്നില്ല. അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, കഴിവുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യത്തിന്റെ ധാമമാണ്, സൗന്ദര്യത്തിന്റെ കേദാരമാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണാണ് എല്ലാ സാഹചര്യങ്ങളെയും ഒത്തിണക്കിയ ശേഷം ഒരാളെ തെറ്റിലേക്ക് ക്ഷണിക്കുന്നതെങ്കിൽ ആ സന്ദർഭത്തിലതാ പടച്ച തമ്പുരാനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് പറയാൻ സാധിക്കുന്നു, അരുത്, ഞാനതിന്നില്ല, ഞാൻ ഈ വൃത്തികേടിനില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാൻ എയ്ഡ്സിനെ പേടിച്ചിട്ടല്ല, ആളുകൾ കാണുമെന്ന് പേടിച്ചിട്ടല്ല, ഞാൻ ആളുകൾക്ക് മുമ്പിൽ അപമാനിതനാകുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ടുമല്ല. ഇന്നീ അഖാഫുല്ലാ, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. എല്ലാം ഒത്തിണങ്ങിയ ഒരു പെണ്ണിന്റെ ക്ഷണം വരുന്ന നേരത്ത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണത്തിന്റെ സന്ദർഭമാണ്. അങ്ങോട്ട് ആവശ്യപ്പെടുകയല്ലേ, എല്ലാ സന്ദർഭങ്ങളും സൗകര്യപ്പെടുത്തിയിട്ട് ഇങ്ങോട്ടാണ് പെണ്ണാവശ്യപ്പെടുന്നത്. പുരുഷനാണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. അങ്ങോട്ട് അനുവാദം കൊടുത്തിട്ടില്ലെങ്കിലാണ് പലപ്പോഴും ഭയപ്പെടേണ്ടി വരുന്നത് എന്ന ഒരു സാഹചര്യം. ഏത് സാഹചര്യം തനിക്ക് അനുകൂലമായി കിട്ടിയാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമല്ലാതെ ഒരു തടസ്സവും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹനെ ഭയപ്പെടുന്നു. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഗർഭിണിയാകുന്നത് ഭയപ്പെട്ടേക്കാം, അപമാനഭാരത്തെ ഭയപ്പെട്ടേക്കാം, ഒരുപാട് മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഭയപ്പെട്ടേക്കാം. ഇതിലൊന്നും ആണുങ്ങൾക്ക് ഭയത്തിന്റെ പ്രശ്നമില്ലല്ലോ. അങ്ങനെയൊക്കെ നിർഭയത്വത്തിന്റെ എല്ലാ ചാൻസുകളും വന്നു കിട്ടിയാലും ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറയാൻ ഈമാനികമായി കരുത്ത് നേടിയ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് റബ്ബ് ഓഫർ ചെയ്യുന്നു അവന്റെ പ്രത്യേകമായ തണല്. ഇത് സഹോദരങ്ങളെ, സ്ത്രീകൾക്കും ഇത്തരം സന്ദർഭങ്ങൾ വരാം. പുരുഷന്റെ കാര്യം മാത്രമല്ല, എല്ലാം തികഞ്ഞ ഒരു പുരുഷനാണ് ഒരു പെണ്ണിനെ ക്ഷണിക്കുന്നത്. ആരും അറിയാൻ പോകുന്നില്ല, ഒരു പ്രതികൂലമായ സാഹചര്യങ്ങളുമില്ല, എല്ലാ അനുകൂലങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട്. പണം അയാൾ ഓഫർ ചെയ്യുന്നുണ്ട്, സൗകര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്, ജോലി വാഗ്ദാനമുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങൾ ദുനിയാവിലുണ്ടോ എല്ലാ സൗകര്യങ്ങളും കാണിച്ചു പ്രലോഭനം നടത്തിയിട്ട് അവസരം വന്നു കിട്ടിയ നേരത്ത് മുഅ്മിനത്തായ ഒരു പെണ്ണ് പറയുന്നു, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിന് പിന്മാറാൻ സാധിച്ചാൽ ആ പെണ്ണും ഈ അർശി പ്രത്യേകമായ തണലിന് അർഹയാണ്. ഖുർആൻ പറയുന്നിടത്ത് അതേ സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളവരാരൊക്കെയാണ്? അല്ലാഹുവിന്റെ പാപമോചനം ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത് വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ.
വൽഹാഫിളീന ഫുറൂജഹും. സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ പ്രത്യേകമായ പാപമോചനത്തിന് അവകാശികളാകുന്നത്, വമ്പിച്ച പ്രതിഫലമാകുന്ന സ്വർഗ്ഗം നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമാണ്. ആ രണ്ട് വിഭാഗത്തിന്റെയും സ്വഭാവങ്ങൾ എടുത്തു പറയുമ്പോൾ അവസാന ഭാഗത്തല്ല പറയുന്നതാണ് വൽഹാഫിളീന ഫുറൂജഹും, തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരെന്ന് മാത്രമല്ല, വൽഹാഫിളാത്ത്, തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളും. എന്നിട്ടാണ് അവസാനം പറയുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് പാപമോചനം ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു. വഅജ്റൻ അളീമാ, വമ്പിച്ച വലിയ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ആണും പെണ്ണുമൊക്കെ ഇക്കാര്യത്തിൽ ഒരുപോലെ സഹനം നടത്തിയ ഒരു സംഭവം, സഹിച്ചു പിന്മാറിയ ഒരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊന്നും 99% സാധിക്കാത്ത ഒരു കാര്യം. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ ഒരു പ്രതിഫലം ഇതിന് ഓഫർ ചെയ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ സംഭവം പറഞ്ഞു തരുന്നുണ്ട്. മഴയായപ്പോൾ ഒരു യാത്രക്കാര് 2-3 ആളുകളുണ്ട്. നല്ല ശക്തമായ മഴ പെയ്തപ്പോൾ, കാറ്റും മഴയുമൊക്കെ വന്നപ്പോൾ അതിൽ നിന്ന് സുരക്ഷിതത്വം പ്രാപിക്കാൻ വേണ്ടി 3 ചെറുപ്പക്കാരതാ മലയുടെ ഗുഹയിൽ കയറിയിരിക്കുകയാണ്. ആ ഗുഹയിൽ അവർ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ശക്തമായ മഴ കാരണത്താൽ മുകളിൽ നിന്നതാ വലിയ ഒരു പാറക്കല്ല് ഉരുണ്ടുരുണ്ട് വന്നിട്ട് ഈ ആളുകൾ കയറിയ ഗുഹയുടെ മുഖത്ത് കറക്റ്റായി വന്ന് അടഞ്ഞു നിൽക്കുന്നു. 3 പേരും ശക്തമായി അവരുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പാറക്കല്ല് തള്ളി നോക്കി. ഒരിക്കലും മനുഷ്യന്റെ എത്ര പവർ ഉണ്ടെങ്കിലും തള്ളി നീക്കാൻ കഴിയാത്തത്ര ശക്തമായ പാറക്കല്ല് കൊണ്ടാണ് ഗുഹാമുഖം അടഞ്ഞിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മരണത്തെ മുന്നിൽ കാണുകയാണ്. ശ്വാസം മുട്ടി മരിക്കും എന്നുറപ്പാകുന്ന നേരത്ത് ആ 3 മഹാന്മാരും ഒരു കാര്യം ചെയ്യുന്നു. ഓരോരുത്തരും അവിടെ വെച്ച് റബ്ബിനോട് ദുആ ചെയ്യുന്നു. അതേ, അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള വലിയ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ റബ്ബേ നിന്നെ ഓർത്ത്, നിന്നെ ഭയപ്പെട്ട്, നിനക്ക് വേണ്ടി നിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്. അത് നീ അറിയുന്നവനാണല്ലോ. അതുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു, ആ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് ഓരോരുത്തരും അവരുടെ മുൻകാല ജീവിതത്തിൽ കഴിഞ്ഞുപോയ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു തവസ്സുലാണ്. സാന്ദർഭികമായി ഉണർത്തട്ടെ, തവസ്സുൽ എന്ന് പറയുമ്പോൾ ഇടതേട്ടാണ്. ഒരു കാര്യത്തെ മുൻനിർത്തി അത് മുഖേന അള്ളാഹിനോട് ചോദിക്കുക എന്നത്. നാം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട്, അള്ളാഹുവേ ഈ കർമ്മം ഞാൻ നിനക്ക് വേണ്ടിയാണല്ലോ ചെയ്തത്, അത് നീ അറിയുന്നവനാണല്ലോ. ഈ കർമ്മത്തിന്റെ പ്രതിഫലത്തെ അതാ ഇത് മുന്നിൽ വെച്ചുകൊണ്ട്, ഈ മഹത്വമേറിയ കാര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, അള്ളാഹുവേ എന്റെ ഉദ്ദേശം നിറവേറ്റി തരേണമേ എന്ന് ആ രൂപത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഇടതേട്ടം നടത്താവുന്നതാണ്. അതല്ലാതെ മഹാന്മാരായ മുൻഗാമികളായ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട്, അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്തിനെ മുൻനിർത്തിക്കൊണ്ട്, അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് തേടുന്നു എന്ന ഒരു തവസ്സുലിന്റെ തേട്ടം അത് ഇസ്ലാമികമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമല്ല. അതിനവിടുന്ന് അംഗീകാരം കൊടുത്ത കാര്യവുമല്ല. അതേ സന്ദർഭത്തിൽ അവരവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ, അതല്ലെങ്കിൽ ഒരു സൽക്കർമ്മം ചെയ്തതിന്റെ ശേഷം അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത ഈ കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നിങ്ങനെ ചെയ്ത കർമ്മം എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഇടതേട്ടമാക്കാൻ നമുക്ക് അവസരം നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിന് സർവ പണ്ഡിതന്മാരും തെളിവായി ഉദ്ധരിച്ച ഒരു സംഭവമാണ് ഗുഹയിൽ അകപ്പെട്ട ഈ 3 ആളുകളുടെ ചരിത്രം. പോകട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ 3 ആളുകളും, ആ 3 പേരും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സംഭവങ്ങൾ എടുത്തു പറയാൻ തുടങ്ങി. ഞാൻ എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. അതിൽ മറ്റൊരാൾ പറഞ്ഞത് എന്താണ്? ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് നമ്മുടെ വിഷയവുമായി കണക്ട് ചെയ്യപ്പെടാവുന്നത്.
എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? അദ്ദേഹം ആ ഗുഹയിൽ വെച്ച് അള്ളാഹിനോട് തേടുകയാണ്, അല്ലാഹുവേ ഇന്നഹു കാനത് ലീ ഇബ്നതു അമ്മിൻ, എനിക്കെന്റെ പിതൃവ്യന്റെ ഒരു മോളുണ്ടായിരുന്നു, എന്റെ പിതൃവ്യന്റെ ഒരു മകളുണ്ടായിരുന്നു. ആ മോള് അഹ്ബബ്തുഹാ കഅശദ്ദി മാ യുഹിബ്ബു റിജാലു നിസാ, ഞാൻ ഒരുപാട് കാലമായി അവളിൽ ആശ വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അതേ, പുരുഷന്മാർക്ക് സ്ത്രീകളോട് തോന്നുന്ന എല്ലാ രൂപത്തിലുള്ള മോഹവും സ്നേഹവും ആ പെണ്ണിനോട് എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ട് കാലമേറെയായിരുന്നു. അങ്ങനെ ഞാൻ അവളെ ആവശ്യം ഞാൻ അറിയിക്കാറുമുണ്ട്. ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു 100 ദീനാറ് കൊണ്ടുവന്നാൽ, 100 സ്വർണം കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങൾക്ക് വഴങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ആഗ്രഹം, ഒരുപാട് കാലഘട്ടത്തിലെ എന്റെ ജീവന്റെ കാലഘട്ടത്തിലുള്ള ആ ജീവനാന്ത ആഗ്രഹമാണല്ലോ, അത് കിട്ടണം എന്ന നിലക്ക് ഞാൻ ക്ലേശം സഹിച്ചിട്ട് 100 സ്വർണ്ണ നാണയം ഞാൻ ശേഖരിച്ചു. അങ്ങനെ ഞാൻ അവളെ സമീപിച്ചു, അവളുടെ സമീപത്ത് ചെന്നു. അതേ, അല്ലാഹു ഏറ്റവും വെറുക്കുന്ന ആ വൃത്തിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി ആ പ്രവൃത്തി അതാ നടക്കാൻ പോകുന്ന നേരത്ത് ആ പെണ്ണ്, ആ സ്ത്രീ, അവൾ ഒരൊറ്റ ചോദ്യമാണ്, ഒരൊറ്റ വിളിയാണ് എന്നെ, യാ അബ്ദല്ലാഹ് ഇത്തഖില്ലാഹ് വലാ തഫ്തഹിൽ ഖാതമ ഇല്ലാ ബിഹഖ്ഖിഹി. ഓ അല്ലാഹുവിന്റെ അടിമയെ, ഓ പ്രിയപ്പെട്ട സഹോദരാ, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടൂ. പടച്ച റബ്ബിത് കാണുന്നു, അല്ലാഹ് നമ്മെ കാണുന്നു, അല്ലാഹു നോക്കുന്നല്ലോ. അല്ലാഹുവിനെ ഭയപ്പെടൂ, സൂക്ഷിക്കൂ. വലാ തഫ്തഹിൽ ഖാതമ ഇല്ലാ ബിഹഖ്ഖിഹി, ന്യായമില്ലാതെ മുദ്ര പൊട്ടിക്കരുത്, ന്യായമില്ലാതെ മുദ്ര തകർക്കരുത് എന്ന് ആ പെണ്ണ് വ്യംഗ്യമായ അർത്ഥത്തില്ലതെ പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത ഈ പ്രവൃത്തി ചെയ്തു പോകരുത്. നിങ്ങൾക്കിതിന് അവകാശമില്ലല്ലോ, നിങ്ങൾ എന്റെ ഭർത്താവല്ലല്ലോ, നീ ആ ന്യായപ്രകാരം വിവാഹം കഴിഞ്ഞവരല്ലല്ലോ നമ്മൾ, അതുകൊണ്ട് അന്യായമായത് ചെയ്യരുത്. റബ്ബ് കാണുന്നല്ലോ, റബ്ബിന്റെ കോടതിയിൽ ചെല്ലണ്ടേ, അതുകൊണ്ട് ഇത്തഖില്ല എന്നങ്ങ് ആ പെണ്ണൊരൊറ്റ വാക്കങ്ങ് പറഞ്ഞപ്പോൾ ഫഖുംതു അൻഹാ, ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് ഞാൻ എഴുന്നേറ്റുപോയി. അല്ലാ എന്ന് കേട്ടപ്പോൾ, എന്റെ എല്ലാ രൂപത്തിലുള്ള ആഗ്രഹങ്ങളും ഞാൻ എന്റെ നാഥനെ കുറിച്ച് കേട്ടപ്പോൾ, അവന്റെ ശിക്ഷയെ ഓർത്തപ്പോൾ, അവന്റെ പരലോക കോടതിയിൽ നിൽക്കേണ്ടി വന്നതോർത്തപ്പോൾ, വ്യഭിചാരികൾക്ക് നരകത്തിൽ അനുഭവിക്കാനിരിക്കുന്ന മഹാശിക്ഷയെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ഞാൻ വിട്ടുനിന്നല്ലോ റബ്ബേ. ആ സന്ദർഭം എടുത്തു പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, അത് എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഫഇൻ കുൻത തഅലമു, അല്ലാഹുവേ നീ അറിയുന്നവനാണെങ്കിൽ, അന്നീ ഫഅൽതു ദാലിക, അക്കാര്യം ഞാൻ പ്രവർത്തിച്ചത്, അങ്ങനെ ഞാൻ ചെയ്തത്, ഇബ്തിഗാഅ വജ്ഹിക, നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ റബ്ബേ ഞാൻ ചെയ്തത്. അത് നീ അറിയുന്നവനാണെങ്കിൽ ഫഫ്റുജ് ലനാ, നീ ഞങ്ങൾക്ക് വിട്ടുതരേണമേ, നീ നീക്കിത്തരേണമേ. മിൻഹാ ഫുർജതൻ, ഈ ഗുഹാമുഖത്ത് വന്നടഞ്ഞു നിൽക്കുന്ന ഈ പാറക്കല്ല് ഒരൽപ്പം ഒന്ന് നീക്കിയിട്ട് നീ ഞങ്ങൾക്ക് ആശ്വാസം തരണേ. ഇതങ്ങ് മഹാനവറുകൾ ദുആ ചെയ്തപ്പോൾ ഫഫറജ ലഹും, അല്ലാഹു ആ പാറക്കല്ലങ്ങ് നീക്കിക്കൊടുത്തു. ഇങ്ങനെ 3 ആളുകളുടെയും സൽക്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ 3 ആളുകൾക്കും സുരക്ഷിതമായി ഗുഹയിൽ നിന്ന് പുറത്തു കിടക്കാവുന്ന നിലക്ക് അല്ലാഹു ആ പാറക്കല്ല് നീക്കിക്കൊടുത്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താണ്? എല്ലാ സന്ദർഭങ്ങളും ഒത്തിണങ്ങിയ പുരുഷനാണ്, എല്ലാ സന്ദർഭങ്ങളും ഒത്തിണങ്ങിയ സ്ത്രീയാണ്. ആർക്കും പരാതിയില്ല, കംപ്ലൈന്റ് ഇല്ല, ആരും കാണാനില്ല, കേൾക്കാനില്ല, അറിയാനില്ല, തികച്ചും സ്വകാര്യതയാണ്. പടച്ച റബ്ബല്ലാതെ ഒരാളും കാണുന്നില്ല, കേൾക്കുന്നില്ല. ആ സന്ദർഭത്തിൽ അതാ പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അത് പറയാനുള്ള
ഈമാൻ നേടിയ സഹോദരി, അത് കേട്ടപ്പോൾ എഴുന്നേറ്റ് പോകാനുള്ള ഈമാൻ നേടിയ സഹോദരൻ, ഇവരൊക്കെയും പ്രത്യേകമായ തണലിന് അർഹരായ മഹാന്മാരാണ്. അതെ, ഈ രൂപത്തിൽ ഏറ്റവും വലിയ പ്രത്യേകമായ മഹത്വത്തിലേക്ക് ഉയർന്ന നേതാക്കന്മാരുടെ നേതാവാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനതിന്റെ സുദീർഘമായ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. കരുത്തും സൗന്ദര്യവും തികഞ്ഞ യുവാവാണ് യൂസുഫ് അലൈഹിസ്സലാം. ലോകത്ത് അങ്ങനെ ഒരു സുന്ദരനായ മനുഷ്യനെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതെ, യൂസുഫ് അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട നേരത്ത് ആ നാട്ടിലെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തപ്പെട്ട സർവ സ്ത്രീകളും അതേ അവർ ആ സൗന്ദര്യത്തിൽ അങ്ങ് മുഴുകിപ്പോയിട്ട് കൈകളിലുണ്ടായിരുന്ന കത്തികൾ കൊണ്ട് ഫ്രൂട്ട്സ് മുറിക്കുന്നതിന് ബദലായി കൈവിരലുകൾ മുറിച്ചപ്പോഴും അറിഞ്ഞില്ലെന്ന് വരുമ്പോൾ എത്ര വലിയ സൗന്ദര്യത്തിന്റെ കേദാരമായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. യുവാവാണ്, അവിവാഹിതനാണ്. അതേ, എല്ലാ സന്ദർഭങ്ങളുമുള്ള ഘട്ടമാണ്. ക്ഷണിക്കുന്നതോ ഏതെങ്കിലും ഒരു തെരുവിലെ പെണ്ണല്ല, മറ്റേതെങ്കിലും പെണ്ണല്ല, സുന്ദരിയായ സ്ത്രീയാണ്. അതേ, ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ റാണിയായ രാജ്ഞിയായ സ്ത്രീയാണ്. ശിക്ഷ എന്തിന് പേടിക്കണം? കൊട്ടാരത്തിന്റെ കന്മതിൽ കെട്ടുകൾക്കകത്താണ്, ഒരാളും കാണാനില്ല. അതും ഇങ്ങോട്ടാണ് ക്ഷണം വന്നിരിക്കുന്നത്. ക്ഷണിച്ചു എന്ന് മാത്രമല്ലോ, എല്ലാ സന്ദർഭങ്ങളും ഒരുക്കി കൊടുത്തു. സമ്പൂർണ്ണ നിർഭയത്വത്തിന്റെ രംഗസജ്ജീകരണമുണ്ടായി. യൂസുഫ് നബി അലൈഹിസ്സലാമിനാണെങ്കിൽ എന്തും ചെയ്യാവുന്ന പ്രായവും അതിന് കഴിവുള്ള ഘട്ടവുമാണ്. നാട്ടിൽ മഹാനവറുകളെ ആർക്കും പരിചയവുമില്ലല്ലോ. ഒരു സ്വദേശിക്ക് അയാളുടെ നാട്ടിൽ പലരെയും പേടിയുണ്ടാകും. ഉമ്മ കാണുമല്ലോ, ഉപ്പ കാണുമല്ലോ, ജ്യേഷ്ഠാനുജന്മാര് കാണുമല്ലോ, പെങ്ങന്മാര് കാണുമല്ലോ, അയൽക്കാര്, ബന്ധുമിത്രാദികൾ, നാട്ടുകാര്, പരിചയക്കാരുടെ ഇടയിൽ ഞാൻ വഷളാകുമല്ലോ. അതൊക്കെ ഓർത്തു പിന്മാറേണ്ട ഒരു സാഹചര്യവും യൂസുഫ് അലൈഹിസ്സലാമിനില്ലല്ലോ. അദ്ദേഹം ആ കൊട്ടാരത്തിൽ തികച്ചും പരിചാരകനാണ്. തികച്ചും അദ്ദേഹം പ്രവാസിയാണ്, വിദേശിയാണ്. അദ്ദേഹത്തെ ആർക്കും മുൻകാല പരിചയമില്ല, ആർക്കും അദ്ദേഹത്തെ അറിയില്ല, കുടുംബങ്ങൾ ആരും അവിടെയില്ല. എന്നാൽ ക്ഷണിക്കുന്നതോ എല്ലാം തികഞ്ഞാണ്, രാജ്ഞിയാണ്, അധികാരമുള്ളവളാണ്, പവറുള്ളവളാണ്. സമ്മതിച്ചിട്ടില്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് വരാൻ പോകുന്ന ശിക്ഷകളെ കുറിച്ച് പോലും യൂസുഫ് അലൈഹിസ്സലാമിനറിയാം. എന്നാൽ ആ നിലക്കൊക്കെയായിട്ടും സമ്പൂർണമായി അതാ യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി സർവാഭരണ വിഭൂഷിതയായി അലങ്കാരങ്ങളോട് രാജ്ഞി പ്രത്യക്ഷപ്പെടുന്നു. വാതിലുകൾ അടക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ പറയുന്നു, വഖാലത്ത്, എന്നിട്ടവള് പറയാണ്, ഹൈത്തലക, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു. ആ സന്ദർഭത്തിലതാ കരുത്തുള്ള സുന്ദരനായ ചെറുപ്പക്കാരന്റെ മറുപടി, ഖാല മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയം, ഞാൻ അല്ലാഹുവോട് കാവൽ ചോദിക്കുന്നു. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. എന്റെ റബ്ബെനിക്ക് എല്ലാ സംവിധാനങ്ങളും ഈ കൊട്ടാരത്തിൽ ഒരുക്കി തന്നവനാണ്. ഒരുപാട് പ്രയാസങ്ങളുള്ള ഒട്ടക്കിണറിൽ കഴിഞ്ഞിരുന്ന ഒരു കാലത്ത് നിന്ന് എന്നെ ഈ കൊട്ടാരത്തിൽ എത്തിച്ചെനിക്ക് വേണ്ട അഭയം നൽകിയത് എന്റെ റബ്ബാണ്. അവന് ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. ഞാൻ അവനോട് അഭയം ചോദിക്കുന്നു. മറ്റൊരു വ്യാഖ്യാനം, എന്നെ ഈ കൊട്ടാരത്തിലേക്കതാ എനിക്കിവിടെ സൗകര്യങ്ങൾ ചെയ്തു തന്ന എന്റെ ഈ കൊട്ടാരത്തിന്റെ യജമാനനാകുന്ന രാജാവ്, അദ്ദേഹം എനിക്കിവിടെ എല്ലാ സൗകര്യവും തന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വഞ്ചിക്കുകയോ? അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുകയാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികളായ ആളുകൾ വിജയിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാം മാറിപ്പോവുകയാണ്. മാറിപ്പോകുമ്പോൾ രാജ്ഞി വിടുന്നുണ്ടല്ലോ, വിടുന്നില്ലല്ലോ. വീണ്ടും പ്രലോഭനമാണ്. പ്രലോഭനങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ നിരത്തുകയാണ്. പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ സ്വരം മാറുന്നു, അത് ഭീഷണിയായി മാറുന്നു. അവസാനം ഭീഷണി എവിടേക്കെത്തി?
അവര് പറഞ്ഞു യൂസുഫ് അലൈഹിസ്സലാമിനോട്, വലയില്ലം യഫ്അൽ മാ അമറുഹു ലയുസ്ജനന്ന വലയകൂനം മിനസ് സാഗിരീൻ. ഞാൻ കൽപ്പിക്കുന്ന കാര്യം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ കൽപ്പിക്കുന്ന കാര്യം പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറില്ലെങ്കിൽ ജയിലിലടക്കുക തന്നെ ചെയ്യും, ഏറ്റവും വലിയ നിന്ദ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക തന്നെ ചെയ്യുമെന്ന് അതേ കുതറി ഓടിയിട്ട് രക്ഷപ്പെട്ടതിന്റെ ശേഷവും പിന്നെയും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അത് പറഞ്ഞല്ലോ. പിടിയും വലിയുമായല്ലോ. ആ പിടിയും വലിയുമായ നേരത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹറാമിൽ നിന്നും ഓടിപ്പുറത്തേക്ക് പോകുന്നു. ഷർട്ട് കീറുന്നു. മഹാനവറുകളുടെ ശക്തിയായ പിടിവലിയാണ് പിന്നിൽ നിന്നുള്ളത്. ആ നിലക്ക് പടച്ച റബ്ബ് അദ്ദേഹത്തെ കാത്തുരക്ഷിക്കുന്നു. പിന്നെയും അതാ ജയിലിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞുള്ള ഏതു പ്രലോഭനങ്ങളുടെ മുമ്പിലും മഹാനവറുകൾ പതറാതെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ് യൂസുഫ് അലൈഹിസ്സലാം ചെയ്യുന്നത്. ഖാലാ മഹാനവറുകൾ പ്രാർത്ഥിച്ചു, റബ്ബി, എന്റെ റബ്ബേ, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. ജയിലിലടക്കും എന്റെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കൽത്തുറുങ്കിലടക്കും എന്ന് പറഞ്ഞപ്പോഴും മഹാനവറുകൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത്, റബ്ബി, എന്റെ റബ്ബേ, അസ്സിജ്നു കൽത്തുറുങ്കാണ്, ജയിലറയാണ്, അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, മിമ്മാ യദ്ഊനനി ഇലൈഹി, അവരെന്നെ ക്ഷണിക്കുന്ന ഈ വൃത്തികേടിന് ഞാൻ ഉത്തരം നൽകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജയിലാണ് റബ്ബേ. അതുകൊണ്ട് ഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന, ഈ ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നീ എന്നെ തിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ, അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകും റബ്ബേ. വഅകും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ, അവിവേകികളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകുമല്ലോ. റബ്ബിനോടുള്ള തേട്ടം പടച്ച റബ്ബദാ ഉത്തരം കൊടുക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു രക്ഷപ്പെടുത്തി. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. നോക്കൂ നിങ്ങൾ, ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിൽ പറഞ്ഞ എല്ലാം ഒത്തിണങ്ങിയ പെണ്ണാ ക്ഷണിക്കുന്നത്. റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, എല്ലാ സൗന്ദര്യവും അധികാരവും എല്ലാം ഒത്തിണങ്ങിയ പെണ്ണ് ക്ഷണിച്ചപ്പോൾ മഹാനവറുകൾ കുതറി ഓടുകയാണ്. അതാണ് പ്രിയമുള്ളവരെ, ഹറാമുകളിൽ നിന്ന് ഒരു മനുഷ്യന് ഓടിയകലാൻ സാധിക്കുക, ഹറാമിന്റെ മേഖലയിൽ നിന്ന് മാറിപ്പോവുക, ഹറാമായ കാഴ്ചകളിൽ നിന്ന് കേൾവികളിൽ നിന്ന് വിട്ടുനിൽക്കുക. അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം പടച്ച റബ്ബിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വിട്ടുനിൽക്കുന്നതെങ്കിൽ. യൂസുഫ് അലൈഹിസ്സലാമിന് റബ്ബ് സഹായിച്ചില്ലേ? കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അപ്രകാരം അല്ലാഹു അതാ മഹാനവറുകളിൽ നിന്നും എല്ലാ തിന്മകളെയും വൃത്തികേടുകളെയും തിരിച്ചുവിട്ടു. അദ്ദേഹത്തിന് യാതൊരു വൃത്തികേടും ബാധിച്ചില്ല. കാരണം ഇന്നഹു, അദ്ദേഹമായിരുന്നു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നല്ല ഇഖ്ലാസുള്ള എന്റെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ എന്നും മിൻ ഇബാദിനൽ മുഖ്ലിസീൻ എന്നുമൊക്കെ രണ്ട് നിലക്കും ഈ ആയത്ത് പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു കാണാം. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, ബിഫത്ഹിൽ ലാമി മിനൽ മുഖ്ലസീന, മുഖ്ലസീന എന്ന പാരായണ പ്രകാരം ഫഹുവ ജമ്മ മുഖ്ലസ് ഐ മിൻ മൻ അഖ്ലസഹു അല്ലാഹു തആല,
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനതാ പ്രത്യേകമായി രക്ഷപ്പെടുത്തി, പ്രത്യേകമായി അദ്ദേഹത്തെ വഖ്താറഹു തെരഞ്ഞെടുക്കപ്പെട്ടു. ആ നിലയ്ക്ക് പടച്ച റബ്ബിന്റെ പ്രത്യേകമായ കാരുണ്യമുണ്ടായി എന്നാണ് അർത്ഥം. മറ്റൊരർത്ഥ പ്രകാരം മുഖ്ലിസീന എന്ന് വായിക്കുമ്പോൾ അദ്ദേഹം നല്ല നിഷ്കളങ്കനായിരുന്നു. പടച്ച റബ്ബിൽ യാതൊന്നും പങ്കുചേർക്കാതെ അല്ലാഹുവിനെ ശരിക്കും ആരാധിച്ച് നടന്നിരുന്ന തൗഹീദുള്ള വ്യക്തിയായിരുന്നു. രണ്ട് രൂപത്തിലാണെങ്കിലും മഹാനവറുകളുടെ പ്രത്യേകമായ ഗുണമായി അല്ലാഹു എടുത്തു പറയുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ മഹാനവറുകൾക്ക് അല്ലാഹുവിന്റെ ഒരു വലിയ സഹായമുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വലിയ ഒരു സാഹചര്യം ലോകത്തൊരു മനുഷ്യൻ ഒത്തിണങ്ങി കിട്ടിയിട്ട് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മാറിപ്പോയില്ലേ? അത് ശക്തമായ നിലക്കുള്ള ഈമാനുള്ളവർക്കേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ തണലില്ലാത്ത ദിവസം ഇത്തരം ആളുകൾക്ക് തണലുണ്ട് എന്ന് പറയാൻ കാരണം. നിങ്ങൾ നോക്കൂ, ഇതിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതാവാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. ഒരു സാഹചര്യം ഒത്തിണങ്ങിയിട്ട് തന്റെ ഈമാൻ പരീക്ഷിക്കലല്ല. ഒരു സാഹചര്യവും സന്ദർഭവും ഉണ്ടാക്കിയിട്ട് എനിക്കവിടെ ക്ഷമിക്കാൻ കഴിയുമോ എന്ന നോട്ടമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞത്. അതേ അവസരത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നോക്കിയാൽ അത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തുന്ന എല്ലാ കവാടങ്ങളെയും അതടച്ചു കളഞ്ഞു. അതിൽപ്പെട്ടതാണ് ഏറ്റവും പ്രധാനമായത് കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നദരി വമുഅ്ളമുൻ നാരി മിൻ മുസ്തസ്ഗരി ശറരി. ലോകത്ത് നടക്കുന്ന എല്ലാ വ്യഭിചാരങ്ങളും എല്ലാ മോശപ്പെട്ട സംഭവങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാരണമുണ്ടാകും. ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം, ഒരാണാവട്ടെ പെണ്ണാവട്ടെ, പെട്ടെന്നൊരു ദിവസം അങ്ങ് വ്യഭിചാരത്തിലേക്ക് എടുത്തെറിയപ്പെടലല്ല. ആ വൃത്തികേട് നടക്കുന്നതിന്റെ മുമ്പ് അതിലേക്കുള്ള കുറെ സാകും. അതിൽ ഒന്നാമത്തത് മബ്ദാഹ, അതിലാദ്യത്തെ തുടക്കം തന്നെ മിനൻ നദരി, അനാവശ്യമായ നോട്ടമാണ് കാരണം. വമുഅ്ളമുൻ നാരി മിൻ മുസ്തസ്ഗരി ശറരി. വലിയ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകാറുള്ളത് ഒന്നിച്ചൊരു തീപിടുത്തം ആദ്യം അങ്ങ് തീക്കത്തലല്ല, അത് മിൻ മുസ്തസ്ഗരി ശറരി, ഒരു ചെറിയ തീപ്പൊരിയാണ് വൻ തീപിടുത്തമായി മാറാറുള്ളത്. ഇവിടെ ഈ കവിതയിൽ ഉപമിക്കുന്നത് മനുഷ്യന്റെ ഒരു നോട്ടത്തെ ഒരു തീപ്പൊരിയോടാണ്. ഒരു തീപ്പൊരിയാണ് വ്യഭിചാരമാകുന്ന തീപിടുത്തത്തിലേക്ക്, വലിയ തീപ്രളയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് ചാടിക്കുന്നത്. കം നളറത്തിൻ ഫതകത് ഫീ ഖൽബി സാഹിബിഹാ ഫതകസ്സിഹാമി ബിലാ ഖൗസിൻ വലാ വതരി. തുടർന്നുകൊണ്ട് അദ്ദേഹം ഉപമിക്കുകയാണ്, എത്രയെത്ര നോട്ടങ്ങളാണ് ആ നോക്കിയ മനുഷ്യനിൽ വലിയ അറ്റാക്ക് ഉണ്ടാക്കിയത്. എത്രയെത്ര നോട്ടങ്ങളാണ് ആ ഒരു നോട്ടം കൊണ്ട് നോക്കിയവന്റെ കൽബിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ എത്രയെത്ര നോട്ടങ്ങളാണ്. ഫത്കസ്സിഹാമി ബിലാ ഖൗസിൻ വലാ വതരി. പുറത്തേക്ക് കാണുന്ന അമ്പോ വില്ലോ ഞാണുകളോ ഒന്നുമില്ലാത്ത ശക്തമായി ഒരാളുടെ ഹൃദയത്തിൽ ചെന്ന് നിറക്കുന്ന അമ്പാണ്, ചെന്ന് തറച്ചു നിൽക്കുന്ന അമ്പാണ് ഈ നോട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വൽമർഉ മാദാ മദാ ഐനിൻ യുഖല്ലിബുഹാ ഫീ അയ്യുനിൻ ഹുവ മൗഖൂഫുൻ അലൽ ഖതരി. ഒരു മനുഷ്യൻ ഒരു കണ്ണിന്റെ ഉടമയാണെങ്കിൽ എങ്ങനെയുള്ള കണ്ണാണ് ഒരാൾക്കുള്ളത്? യുഖല്ലിബുഹാ, ആ കണ്ണിങ്ങുകയാണ്. ഫീ അയ്യുനിൻ, സർവ ശരീരങ്ങളിലും കയറിയിറങ്ങിക്കൊണ്ട് നടക്കുന്ന കണ്ണാണ്. എങ്ങോട്ടും കണ്ടു രസിക്കാൻ അഴിച്ചുവിട്ട ഒരു കണ്ണാണ്. കൺട്രോൾ ഇല്ലാത്ത നയനങ്ങളാണ് ഒരാൾക്കുള്ളതെങ്കിൽ ഹുവ മൗഖൂഫുൻ അലൽ ഖതരി, വലിയ അപകടത്തിലേക്കാണത് പോകുന്നത്. വലിയ അപകടത്തിനാണത് തുടക്കം കുറിക്കുന്നത്.
എന്നിട്ടോ ഇങ്ങനെ ഒരു നോട്ടം കൊണ്ട് എന്താ ഈ മനുഷ്യന് കിട്ടുന്നത്? യസുറു മുഖ്ലതഹു മദറ മുഹജതഹു ലമർഹബൻ ബിസുറൂരിൻ ജാഅ ബിദ്ദറരി. ഈ നോട്ടം കൊണ്ട് അവന്റെ കണ്ണുകൾക്കൊരു പക്ഷേ സന്തോഷം കിട്ടുന്നുണ്ട്, കണ്ണുകൾക്കൊരു പക്ഷേ അല്പനേരം നൈമിഷികമായ ഒരു ആനന്ദം കിട്ടുന്നുണ്ട്. പക്ഷേ അതവന്റെ ആത്മാവിനെ ദുഷിപ്പിക്കുന്നു. കണ്ണിനൊരു നിമിഷ നേരത്തെ സുഖം കിട്ടുമ്പോഴേക്ക് അതേ ജീവിതം മുഴുവൻ നരകത്തിൽ വെന്തരിയാൻ മാത്രം ആത്മാവിനെ അത് തകർക്കുകയാണ്. ഈ കച്ചവടം ഒരു ലാഭക്കച്ചവടമാണോ? നൈമിഷിക സുഖം വാങ്ങിയിട്ട് ലോകത്തിന്റെ എല്ലാ പരാജയവും ഒരാൾ ഏറ്റുവാങ്ങുന്ന ഒരു നഷ്ടക്കച്ചവടമല്ലേ? ലമർഹബൻ ബിസുറൂരിൻ ജാഅ ബിദ്ദറരി. അല്പനേരത്തെ സന്തോഷത്തിന് എന്ത് മർഹബയാ നമുക്ക് പറയാനുള്ളത്? ആജീവനാന്തം ജീവകാലം മുഴുവനും വലിയ ആപത്ത് ഏറ്റുവാങ്ങാൻ ഒരു നിമിഷ നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി അത് മനുഷ്യൻ തയ്യാറാകുമോ എന്നാ കവിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്വാധീനിക്കേണ്ടതാണ്. നമ്മൾ ആലോചിക്കണം, ഇത്തരത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കേണ്ട ഘടകം ഇന്നി അഖാഫുല്ലാഹ്. അരുതാത്തത് കാണേണ്ടി വരുന്നു, അരുതാത്തത് കേൾക്കേണ്ടി വരുന്നു, അരുതാത്ത ചിത്രങ്ങൾ മുന്നിൽ തെളിയുന്നു. അത് പത്രങ്ങളിലൂടെയാവാം, മാസികകളിലൂടെയാകാം, വീക്കിലികളിലൂടെയാകാം, സചിത്ര ടാബ്ലോയിഡുകളിലൂടെയാവാം, അതുപോലെ തന്നെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയാവാം. ഏതെല്ലാം നിലക്കുള്ള അനാവശ്യമായ നോട്ടങ്ങൾക്കുള്ള വേദിയൊരുങ്ങുന്നുവോ അത്തരം ഘട്ടങ്ങളിലെല്ലാം ഇന്നി അഖാഫുല്ലാഹ്, പടച്ച റബ്ബിനെ എനിക്ക് ഭയമാണെന്ന നിലക്ക് അതേ ഒന്നാമത്തെ നോട്ടം, പ്രതീക്ഷിക്കാത്ത നോട്ടം അല്ലാഹ് നിനക്ക് അനുവദിച്ചതാണ്. രണ്ടാമത്തെ നോട്ടം പിശാചിൽ നിന്നുള്ളതാണ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ ആ നോട്ടത്തെ പിൻവലിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവിടുന്ന് പഠിപ്പിച്ചു തരുന്നത്, അന്നദറത്തുൽ മർഅതി, ഒരു പെണ്ണിലേക്കുള്ള നോട്ടം, സഹ്മും മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസ് എറിയുന്ന ഒരു അമ്പാണത്. വെറും അമ്പല്ല, മസ്മൂമുൻ, വിഷം പുരട്ടപ്പെട്ട അമ്പാണത്, വിഷലിപ്തമായ അമ്പാണത്. മൻ തറകഹു ഖൗഫല്ലാഹ്, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആരെങ്കിലും അതിൽ നിന്ന് വിട്ടുനിന്നാൽ അസാബഹുല്ലാഹ്, അല്ലാഹ് അവന് പ്രതിഫലം കൊടുക്കുന്നതാണ്. ഈമാനൻ, അവന്റെ ഖൽബിൽ പ്രത്യേകം ഒരു ഈമാന് കിട്ടും. യജിദു ബിഹി, അത് മുഖേന അവന് ആസ്വദിക്കാം. ഹലാവതഹു ഫീ ഖൽബിഹി, അവന്റെ ഖൽബിൽ വലിയ മധുരം അത് മുഖേന കിട്ടുന്നു. തന്നെയുമല്ല, അല്ലാഹ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം ഒഴിവാക്കിയാലോ? മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നക ലൻ തദാ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല. ഇത് പൊതുവെ കോമണായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പൊതുതത്വമാണ് അവിടുന്ന് പറയുന്നത്. ഇന്നക ലൻ തദാ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന് വേണ്ടി നീ ഒരു കാര്യം ഒഴിവാക്കുകയാണ്, മറ്റൊരു താല്പര്യവും നിനക്കില്ല. പടച്ചവൻ കാണുന്നല്ലോ, റബ്ബ് കാണുന്നല്ലോ, കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ. ആരും എന്നെ നിയന്ത്രിക്കാനില്ല, കാണാനില്ല, കേൾക്കാനില്ല. ഞാൻ ഒറ്റക്കാണ്, എന്റെ റൂമിലാണ്, ഞാൻ എന്റെ ലോകത്താണ്, എന്റെ ലോകത്താണ്, ആരും എന്നെ പരിചയമില്ല. ലോകത്ത് എവിടെയായിരുന്നാലും നീ അതാ ഒരു തിന്മ നിനക്ക് ചെയ്യാൻ തോന്നിയപ്പോൾ അല്ലാഹുവിന് വേണ്ടി നീ അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോ, പടച്ച റബ്ബ് നൽകുന്ന ഓഫർ എന്താണ്? ഇല്ലാ ബദ്ദലകല്ലാഹ്, അല്ലാഹ് നിനക്ക് ബദല് തരും, അല്ലാഹ് നിനക്ക് പകരം തരും. ബിഹി, നീ ഏതൊരു കാര്യം ചവന്നെ ഓർത്തുകൊണ്ട് ഒഴിവാക്കിയതെങ്കിൽ മാഹുവ ഖൈറുൻ ലക മിൻഹു, നീ ഒഴിവാക്കിയ കാര്യത്തെക്കാൾ ഉത്തമമായ മെച്ചപ്പെട്ടത് റബ്ബ് നിനക്ക് പകരം തരാതിരിക്കൂല. അള്ളാഹ്ക്ക് വേണ്ടി ഒരു നോട്ടത്തിൽ നിന്ന് പിൻവലിച്ചു എങ്കിൽ അതിനേക്കാൾ ഖൈർ നമുക്ക് അല്ലാഹ് തരികയാണ്. പടച്ച റബ്ബിന് ഇഷ്ടമല്ലല്ലോ എന്ന നിലയ്ക്ക് ഒരു ഹറാമായ ഒരു ദിർഹം നമ്മൾ അത് വാങ്ങിയില്ല. ഹറാമായ ലക്ഷങ്ങൾ മുന്നിൽ വന്നു, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്ന നിലയ്ക്ക് ഒഴിവാക്കി. അല്ലാഹ് വിടൂല, പടച്ച റബ്ബ് നമ്മെ കൈയൊഴിയൂല. അതിനേക്കാൾ നിനക്ക് നഷ്ടമായതിനേക്കാൾ 10 മടങ്ങ് അല്ലാഹ് തിരിച്ചു തരും. അതേ, നല്ല ശമ്പളമുള്ള ഒരു ജോലിയായിരുന്നു, പക്ഷേ
കള്ള് വിളമ്പണം, അതേ കൂട്ടിക്കൊടുപ്പിനുള്ള പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ ഡ്രൈവ് ചെയ്യണം, അവരെ അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം, വേശ്യകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഏതെല്ലാം തൊഴിലുള്ള ഒരാൾ പെട്ടുപോയോ ഹറാമിലൂടെയാണ് പണം വരുന്നത്. റബ്ബേ, ഇതാളുകളെ എന്നെ ആക്ഷേപിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടല്ല. പടച്ച റബ്ബേ, നിനക്കിഷ്ടമില്ലാത്ത ഒരു ജോലി, നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടി വരുന്നല്ലോ, അല്ലെങ്കിൽ കളവ് പറയേണ്ടി വരുന്ന ഒരു ജോലിയാണ്, ഇല്ലാത്തത് പറഞ്ഞ് പ്രേരിപ്പിക്കേണ്ട ഒരു സെയിൽസ്മാനാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യൻ മനസ്സുരുകിക്കൊണ്ട് അല്ലാഹുവിനോട് തേടുകയാണ്, റബ്ബേ ഇഷ്ടമുണ്ടായിട്ടല്ല, നീ എനിക്ക് പകരം തരണേ എന്നും പറഞ്ഞ് പടച്ച റബ്ബിനെ ഭയപ്പെട്ടു കിട്ടുന്ന ഒരു ആനുകൂല്യം അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണെന്ന നിലക്ക് ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ ബദ്ദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻഹു, നീ ഒഴിവാക്കിയതിനേക്കാൾ 10 മടങ്ങ് ഉത്തമമായത് റബ്ബ് നിനക്ക് പകരം തരാതിരിക്കൂല. അതാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ മനസ്സിൽ നല്ല തവക്കുൽ വേണം, നല്ല ഈമാൻ വേണം, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതല്ലേ ഖുർആൻ ഓഫർ ചെയ്തത്. സൂറത്തു ത്വലാഖിൽ നമുക്ക് കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു കാര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് നീങ്ങി, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ലെന്ന നിലക്ക് താൽക്കാലികമായി നമ്മുടെ മനസ്സിൽ എത്ര വിഷമം തോന്നിയാലും നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ലെന്ന നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും വിട്ടുനിന്നാൽ യജ്അൽ ലഹു മഖ്റജാ, അവൻ കുടുങ്ങൂല, അവൻ പ്രയാസപ്പെടൂല. പടച്ച റബ്ബ് അവന് പുറത്തു കിടക്കാനുള്ള ഒരു മഖ്റജ് നൽകും, ഒരു തുറസ് അവന്റെ ജീവിതത്തിൽ നൽകും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പൊ മനസ്സിലാകൂല. അവൻ ചിന്തിക്കുന്ന നേരത്തെ എത്ര ആലോചിച്ചാലും ഞാൻ ഇതിൽ നിന്ന് വിട്ടാ പിന്നെ എനിക്ക് എന്ത് ജോലി കിട്ടാനാ, ഞാൻ ഇതിൽ നിന്ന് ഈ ചാൻസ് നഷ്ടപ്പെടുത്തിയാ ഇനി എനിക്ക് ചാൻസ് കിട്ടുകയില്ലല്ലോ എന്നൊക്കെ ഇബ്ലീസ് തോന്നിപ്പിക്കുന്ന നേരത്തും അതേ അവന്റെ മനസ്സിൽ തോന്നണം, ഞാൻ വിചാരിക്കുന്ന വഴി മാത്രമല്ലല്ലോ വഴികളായിട്ടുള്ളത്. വയർസുഖുഹു, റബ്ബവന് റിസ്ക് കൊടുക്കും, മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗങ്ങൾ അല്ലാഹു അവന് തുറന്നു കൊടുക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന വഴി എന്നായിക്കൊള്ളണം എന്നില്ല, അള്ളാഹു വേറൊരു മാർഗം കണ്ട് തുറന്നു വരും. എന്നിട്ട് അല്ലാഹു പറയാ, അതിന് നല്ല തവക്കുൽ ബോധം വേണം. ഈ നിലക്ക് അല്ലാഹുവിൽ തവക്കുലാക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അവൻ അല്ല മതി. അവൻ അല്ല മതി എന്ന് പറഞ്ഞാൽ അല്ല വേറുള്ളവര് പറയും പോലത്തെ ഓഫറല്ല. എന്നെ തവക്കുലാക്കിയാൽ ഞാൻ ഒരിക്കലും നിന്നെ പ്രയാസപ്പെടുത്തൂല എന്ന് പറയുന്നത് ഏതെങ്കിലും ദുനിയാവിലെ ഒരു രാജാവല്ല, മന്ത്രിയല്ല, പോലീസല്ല, ഏതെങ്കിലും ഈ ലോകത്തുള്ള ഒരു മനുഷ്യനല്ല പറയുന്നത്, പടച്ച റബ്ബാ പറയുന്നത്. അവനൊരു ഓഫർ പറഞ്ഞാൽ ആ ഓഫർ അവൻ ലംഘിക്കൂല, അവനൊരു കരാറ് പറഞ്ഞാൽ ആ കരാറ് ലംഘിക്കൂല. അല്ലാഹു പറയുന്നത്, വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആര് അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ, അവനിൽ തവക്കുലാക്കുന്നുവോ, നേരായ മാർഗത്തിലേക്ക് അവൻ നയിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ നിലക്ക് വലിയ വലിയ സഹായങ്ങൾ ഉണ്ടായില്ലേ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം തന്നെ നിങ്ങൾ നോക്കൂ. കൊട്ടാരത്തിൽ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താതെ അല്ലാഹുവിനെ ഭയപ്പെട്ട് വേറെ ആരും കാണുമെന്നതിലേക്കോ കേൾക്കുമെന്നതിലേക്കോ അല്ലല്ലോ, പടച്ച റബ്ബിന് വേണ്ടി മഹാനവറുകൾ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ മഹാനവറുകളുടെ എല്ലാ ജീവിതത്തിലെ പുരോഗതിക്കും അതല്ലേ കാരണമായി തീർന്നത്. അദ്ദേഹം ജയിലിലെത്തിയതല്ലേ കൊട്ടാരത്തിലെത്താൻ കാരണം. ജയിലിൽ അടക്കപ്പെട്ടത് എന്തിന്റെ പേരിലാ? ഇതിന്റെ പേരിലാണ്. അദ്ദേഹത്തെ വെറുതെ കൊണ്ടുപോയി, നിരപരാധിയാണെങ്കിലും അദ്ദേഹത്തെ ജയിലിലടച്ചു. അദ്ദേഹം ദുആ ചെയ്തതെന്താ? റബ്ബേ, ജയിലാണ് ഈ പെണ്ണുങ്ങൾ ക്ഷണിക്കുന്ന കാര്യത്തെക്കാൾ എനിക്ക് ഏറ്റവും ഉത്തമം. പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ, കൽത്തുറുങ്ക് തന്നാലും കൽത്തുറുങ്കിലടക്കപ്പെട്ടാലും എനിക്കതാണ് ഇവർ പറയുന്ന വൃത്തികേടിനേക്കാൾ ഇഷ്ടമെന്ന് പറഞ്ഞു. മഹാനവറുകൾ ജയിലിന്റെ ഉള്ളിലായി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലതാ കേൾക്കുമ്പോൾ നമുക്ക് ജയിലറയിൽ അടക്കപ്പെട്ടത് ഒരു
മോശമായ ഒരു പരീക്ഷണമായി തോന്നുന്നുവെങ്കിലും മഹാനവറുകളുടെ ജീവിതത്തിന്റെ പുരോഗതിയുടെ കൽപ്പടവുകളിലേക്ക് കയറി തുടങ്ങാൻ നിമിത്തമായത് ആ ജയിൽവാസമാണ്. വിശദീകരിക്കാൻ നേരമില്ലല്ലോ, നമുക്കെല്ലാം അറിയാവുന്ന സംഭവങ്ങളല്ലേ. ജയിലിൽ താമസിപ്പിക്കപ്പെട്ട കാലത്താണ് ജയിലറയിലുള്ള ആളുകൾ സ്വപ്നം കാണുന്നതും ഇദ്ദേഹം ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ജയിൽവാസികൾക്ക് മനസ്സിലായി ഇദ്ദേഹം സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകാൻ പ്രത്യേകം കഴിവുള്ള വ്യക്തിയാണെന്ന്. ആ വിവരം ജയിലിൽ നിന്ന് പുറത്തുപോയ ഒരാളിലൂടെ രാജാവ് അറിയേണ്ടി വന്നു. രാജാവ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ രാജാവിന് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ആരോടും ചോദിച്ചു, ആരിൽ നിന്നും ഉത്തരം കിട്ടിയില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന വ്യക്തി പുറത്തു പോയിട്ട് അയാൾക്ക് ഓർമ്മ വന്നത്, ഇങ്ങനെ ഒരാൾ ഞാൻ ജയിലിൽ പാർക്കുന്ന കാലത്തുണ്ടായിരുന്നു. ഏത് സ്വപ്നത്തിനും അദ്ദേഹം വ്യാഖ്യാനം പറയാറുണ്ട്. അത് രാജാവ് അറിഞ്ഞത് ഈ ജയിലറയിൽ ഒപ്പം താമസിച്ചിരുന്ന സഹതടവുകാരനിലൂടെയാണ്. അതെ, രാജാവ് അദ്ദേഹത്തെ വരുത്തിച്ചില്ലേ, സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തില്ലേ. അവസാനം എന്താ ഉണ്ടായത്? ഈ നാടിന്റെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യമന്ത്രിയായിട്ട് ഈ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാമിനെ ക്ഷണിക്കുന്നു. യൂസുഫ് അലൈഹിസ്സലാം സന്തോഷത്തോടെ എനിക്കതിന് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്നു. രാജ്യത്തിന്റെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പിന്റെ മന്ത്രിയായി മാറുന്നു. മാതാപിതാക്കളൊക്കെയും നഷ്ടപ്പെട്ടു പോയ മറ്റു സഹോദരങ്ങളുമൊക്കെ തന്റെ കീഴിൽ തന്നെ കൊട്ടാരത്തിലേക്ക് വരുന്നു. ഇങ്ങനെ അത്യുന്നതമായ പദവികളുടെ പറുദീസകളുടെ പടവുകൾ മഹാനവറുകൾക്ക് കയറാൻ നിമിത്തമായത് എന്തായിരുന്നു? കൊട്ടാരത്തിൽ വെച്ച് ഈ തെറ്റിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവേ നിന്നെ എനിക്ക് പേടിയാണ്, അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞില്ലേ? പടച്ച റബ്ബിന് വേണ്ടി ദുനിയാവിൽ കിട്ടുന്ന ചില്ലറ സുഖങ്ങളെ അല്ലാഹ്ക്ക് വെറുപ്പുള്ളതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, റബ്ബേ നിന്റെ ഇഷ്ടമാണ് എനിക്ക് നൈമിഷിക സുഖങ്ങളെക്കാൾ വലുതെന്ന് വിചാരിച്ചുകൊണ്ട് താൽക്കാലികമായ സുഖങ്ങളിൽ നിന്ന് നമ്മൾ അല്ലാഹുവിനെ ഓർത്ത് വിട്ടുനിന്നാൽ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വരും. ആ ഒരൊറ്റ തിന്മയിലേക്കെങ്ങാനും മഹാനവറുകൾ അകപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലോകത്തും നഷ്ടമാകുമായിരുന്നില്ലേ? അതല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞത്, വയില്ലാ തസ്രിഫ് അന്നീ കൈദഹുന്ന, ഈ സ്ത്രീകളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നീ എന്നെ തിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ അസ്ബു ഇലൈഹിന്ന വകും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഫസ്തജാബ ലഹു റബ്ബുഹു, അപ്പോൾ അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ഫസറഫ അൻഹു കൈദഹുന്ന, ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മഹാനവറുകളെ അല്ലാഹു രക്ഷപ്പെടുത്തി. ഇത് നമ്മുടെ പാഠമാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠമാണ്. താൽക്കാലികമായിട്ട് ഒരു സുഖം ചിലപ്പോൾ കിട്ടിയേക്കും, പണം കിട്ടിയേക്കും, സൗകര്യങ്ങൾ കിട്ടിയേക്കും, ആനന്ദം കിട്ടിയേക്കും. പക്ഷേ അല്ലാഹ് നിനക്കിഷ്ടല്ലല്ലോ എന്ന നിലക്ക് നിങ്ങളൊരു തിന്മയിൽ നിന്ന് വിട്ടുനിന്ന് നോക്കൂ. അതിനേക്കാൾ ശക്തമായ 10 മടങ്ങ് വലിയ കാര്യങ്ങൾ അത് മുഖേന അതൊഴിവാക്കിയ കാരണത്താൽ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്ലാഹുവിന്റെ ഓഫറാണ്. അതാ പറയുന്നത്, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല, നീ അല്ലാഹ്ക്ക് വേണ്ടിയാണ് ഒരു കാര്യം ഒഴിവാക്കുന്നതെങ്കിൽ പടച്ച റബ്ബിനേക്കാൾ ഖൈറായത് നിനക്ക് പകരം തരുമല്ലോ. ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെ ഒക്കെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്നു, ലാ യഖ്ദിറു റജുലുൻ, ഒരു പുരുഷനും കഴിയുന്നില്ല, അലാ ഹറാമിൻ, ഒരു ഹറാമായ കാര്യത്തിന് ഒരാൾക്ക് കഴിവുണ്ട്, പക്ഷേ സുമ്മ യദഉഹു, അവനെ കാര്യം ചെയ്യുന്നില്ല, അവനെ അതിന് പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? ഇല്ലാ മഖാഫത്തല്ലാഹ്, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്. ഹറാമായ ഒരു കാര്യം അത് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയോ സമ്പാദിക്കുകയോ എന്തുമാവട്ടെ അതിൽ നിന്ന് വിട്ടുനിന്നാൽ ഇല്ലാ ബുദലഹു ഫീ ആജിലി ദുനിയാ ഖബലൽ ആഖിറ മാ ഹുവ ഖൈറുൻ ലഹു മിൻ ദാലിക, ആഖിറത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ഈ ദുനിയാവിൽ വെച്ച് തന്നെയും പടച്ച റബ്ബ് അതിനേക്കാൾ ഖൈറായത് അവന് പകരം കൊടുക്കാതിരിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് വിട്ടയാൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ കൈകളിലൂടെ കറാമത്ത് വെളിപ്പെട്ടത് നമുക്കറിയാം. ഈ ലോകത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ കൈകളിലൂടെ വലിയ ഒരു കറാമത്തുണ്ടായി. എന്താ അദ്ദേഹം ചെയ്ത ആ കറാമത്ത് നേടാൻ മാത്രം അദ്ദേഹം മഹാനായത് എന്തുകൊണ്ടാ?
ഒരു തിന്മയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതാ. എന്തിനു വേണ്ടി വിട്ടുനിന്നു? ആരെ പേടിച്ചു വിട്ടുനിന്നു? നാട്ടുകാരെയോ കുടുംബത്തെയോ പേടിച്ചിട്ടല്ല. അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ടൊരു മഹാനായ മനുഷ്യൻ ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിന്ന ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള സംഭവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹം ആരായിരുന്നു? ഇസ്രായേൽ മക്കളിലെ ഒരു നല്ലവനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ മഠം കെട്ടിയുണ്ടാക്കിയ കാലഘട്ടത്തിൽ, എന്നിട്ട് അദ്ദേഹം അതിൽ തന്നെ ഇബാദത്തുമായിട്ട് ഇങ്ങനെ കഴിയും. അക്കാലത്ത് അത്ര ഇബാദത്ത് ചെയ്തൊരു മനുഷ്യൻ വേറെയില്ലെന്ന് നാടിലൊട്ടാകെ ചർച്ചയായി. നാലാള് കൂടുന്നിടത്തൊക്കെ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്താണ് എല്ലാവർക്കും പറയാനുള്ള ചർച്ചാ വിഷയം. അങ്ങനെ അദ്ദേഹത്തെ വല്ലാത്തൊരു മനുഷ്യനാണ്, ഭയങ്കര ഒരു മഹാനാണ് എന്നൊക്കെ എവിടെയും ചർച്ച. ആ സമയത്ത് ഒരു വേശ്യയായ പെണ്ണ് ചോദിച്ചു, അത്ര വലിയ തക്കവള്ളവനാണെങ്കിൽ ഞാൻ അയാളെ നശിപ്പിച്ച് കാണിച്ചു തരട്ടെ എന്ന് വെല്ലുവിളിച്ചു. ഈ പെണ്ണാണ് വെല്ലുവിളിക്കേണ്. നാട്ടുകാരോട് ചോദിച്ചു, അത്ര വലിയ തക്കവള്ളാണെങ്കിൽ തക്കവൊക്കെ ഞാൻ പൊളിച്ച് കൈ തരട്ടെ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ രൂപത്തിൽ ഈ പെണ്ണ് ചോദിക്കുകയാണ്, ലാഫ്തീനന്നഹു, ഞാൻ അയാളെ കുഴപ്പത്തിലാക്കി കാണിച്ചു തരാം. ഫഖാലു, അവർ പറഞ്ഞു, ഞങ്ങൾക്കും എന്നെ വേണ്ടത്, വലിയ ഇബാദത്തായിട്ട് നടക്കുകയാണ് ഇവിടെ, അവനെ ഒന്ന് നശിപ്പിക്കണം എന്ന് പറഞ്ഞു. ഈ പെണ്ണ് എല്ലാ രൂപത്തിലുള്ള അലങ്കാരങ്ങളും അണിഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ടവനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ഇബാദത്തിൽ മുഴുകിയിരുന്ന മഠത്തിലെ കാര്യമില്ലാത്ത നേരത്ത് കയറി ചെന്നുകൊണ്ട് എല്ലാ രൂപത്തിലുമുള്ള പ്രലോഭനങ്ങളും കാണിച്ചുകൊണ്ട് തിന്മയിലേക്ക് ക്ഷണിക്കുന്ന നേരത്ത് ഈ മനുഷ്യൻ അതിലേക്കൊന്നും ചിന്തിക്കുന്നില്ല. അദ്ദേഹം ഇബാദത്തിലായി തന്നെ കഴിയുന്നു. ആ സന്ദർഭത്തിൽ ദേഷ്യം പിടിച്ചിട്ട് ഈ പെണ്ണെന്തു ചെയ്തു? അപ്പുറത്ത് ഈ മഠത്തിനപ്പുറത്തതാ ഒരു ചെറുപ്പക്കാരൻ എന്തു ചെയ്യുന്നുണ്ട്? ആടിനെ മേക്കുന്ന ഒരു ഇടയനുണ്ട്. ആടിനെ മേക്കുന്ന ഇടയനുമായിട്ട് ഈ പെണ്ണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവൾ ഗർഭിണിയാകുന്നു, കുഞ്ഞിനെ പ്രസവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന സംഭവമാണ്, ചരിത്രമാണ്. അങ്ങനെ ഇവനിലൂടെ ഗർഭിണിയായി. ഫഖാലു, ആളുകളൊക്കെ ഇവൾ ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ചോദിച്ചു, മിമ്മൻ, എവിടുന്നാടി നിന്റെ കയ്യിലുള്ള കുഞ്ഞ്? കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, ജുറൈജ്. അതെ, അവിടെയില്ലേ ആരാധനയുമായി കഴിയുന്ന ഒരാള്, അയാളാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം അദ്ദേഹം ഇബാദത്തുമായി കഴിയുന്ന ആ മഠത്തിലേക്ക് കയറി ചെന്നിട്ട് അദ്ദേഹത്തെ വലിച്ചു പുറത്തേക്ക് എറിയുന്നു, ചീത്ത വിളിക്കുന്നു, ശാരീരികമായി അടിക്കുക തൊഴിക്കുകയും ചവിട്ടുകയും ചെയ്യുന്നു. വഹദമോ സൗമഅതഹു, അദ്ദേഹം ഇബാദത്തിലായി കഴിയുന്ന പ്രത്യേകമായ കൊച്ചുകുടിൽ, ആ മൺകുടിൽ അവർ തകർത്ത് പൊളിച്ചു കളയുന്നു. ഫഖാൽ, പാവപ്പെട്ട ഈ മനുഷ്യനിത് മനസ്സിലായില്ല, എന്തിനാ എന്നെ ആക്രമിക്കുന്നത്, എന്തിനാ എന്റെ മൺകുടിൽ പൊളിച്ചു കളയുന്നത്? അദ്ദേഹത്തിന് തിരിഞ്ഞിട്ടില്ല. അദ്ദേഹം നാട്ടുകാരോട് ചോദിക്കുന്നു, മാശഇനക്കും, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? ഖാലു, അവര് പറഞ്ഞു, ഒന്നും അറിയില്ല അല്ലേ, ഇന്നക ഈ പെണ്ണുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, നിന്റെ കുട്ടിയാണിത് എന്ന് പറഞ്ഞ മഹാനവറുകളെ ധിക്കരിച്ചുകൊണ്ട് മഹാനവറുകളെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ പടച്ച റബ്ബിന്റെ ആ മനസ്സിലേക്ക് അതാ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ റബ്ബ് തോന്നിപ്പിക്കുന്ന ഒരു ഇൽഹാമാണ്. മഹാന്മാർക്കുണ്ടാകുന്ന ഇൽഹാമുകൾ നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും. അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തത് എന്താ? എവിടെ കുട്ടി, എവിടെന്നാ ചോദിക്കുന്നത്. ഇതാ കുട്ടി, നിന്റെ കുട്ടി ഇതാ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കാണിച്ചപ്പോൾ മഹാനവറുകൾ ഉടനെ എന്ത് ചെയ്യുന്നു? കുട്ടിയെ അങ്ങ് കണ്ടപ്പോൾ ഫഖാമ ഫസല്ലാ വദആ, ഉടനെ എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് തന്റെ നാഥനെ വിളിച്ചുകൊണ്ടൊരു വിളിയാണ്, ഒരു തേട്ടമാണ് റബ്ബിനോട്. എന്നിട്ട് സുമ്മൻ സറഫ ഇലൽ ഗുലാം, ആ കുട്ടിയുടെ അടുത്തേക്ക് അങ്ങ് തിരിഞ്ഞു നിന്നിട്ട് ഫതഅനഹു ബിസ്ബൈഹി, ദേഹത്തിന്റെ വിരൽ കൊണ്ട് കുഞ്ഞിനെ ഒന്നിങ്ങനെ പതുക്കെ കുത്തിയിട്ട് ചോദിച്ചു, ബില്ലാഹി യാ ഗുലാം, ഓ മോനെ, ചെറിയ കുഞ്ഞാണ്, ശിശുവാണ്, പ്രസവിച്ച് നാളേറെ ആയിട്ടില്ല. ഓ മോനെ, മൻ അബൂക്ക്, പറയുമോനെ നിന്റെ ഉപ്പയാരാണ്? പറമോനെ ആരാണ്?
അതേ ആ കുട്ടി സംസാരിക്കുകയാണ്, അനബ്നുറായി, ഞാൻ ആടുമേക്കുകാരന്റെ മോനാണ്, ഞാൻ ആടുമേക്കുകാരന്റെ മോനാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ സത്യം മനസ്സിലായി. ജുറൈജ്, അവരോടി ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. എന്നിട്ട് അവര് പറഞ്ഞു, അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുന്നു, നബിനി സൗമാഅതക മിൻ ദഹബിൻ, അങ്ങയുടെ പൊളിച്ചു കളഞ്ഞ മൺകുടിലിന് പകരം ഞങ്ങൾ സ്വർണം കൊണ്ട് ഞങ്ങൾക്ക് ഇബാദത്തിനുള്ള സൗകര്യം ഒരുക്കി തരാം. മഹാനവറുകൾ പറഞ്ഞു, ലാ ഹാജത ലീ, എനിക്ക് വേണ്ട. ഇബ്നുഹാ മിൻ തീനിൻ കമാ കാനത്ത്, മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു മൺകുടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. നോക്കൂ നിങ്ങളെ, ചരിത്രം എന്താ പഠിപ്പിച്ചു തരുന്നത്? അള്ളാനെ ഓർത്ത് ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് മാറി നിന്നവരുടെ കൈക്ക് പടച്ച റബ്ബ് വലിയ അത്ഭുതങ്ങൾ കാണിക്കുകയാണ്. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച 3 കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞാണ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം കേട്ട് ഉത്തരം പറഞ്ഞ കുഞ്ഞെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. നോക്കൂ നിങ്ങൾ, ഖുർആൻ പറഞ്ഞു, وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. പടച്ച റബ്ബുണ്ടല്ലോ എന്നോർത്തുകൊണ്ട് തന്റെ ശരീരത്തിന് തോന്നുന്ന ആഗ്രഹങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആര് ജീവിക്കുന്നുവോ, ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗ്ഗമാണ് അവന് കിട്ടാനുള്ളത്. ഒരു സ്വർഗ്ഗമല്ല, ഒരു തോട്ടമല്ല. ഖുർആൻ സൂറത്തുർ റഹ്മാനിലൂടെ പഠിപ്പിക്കുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പടച്ച റബ്ബുണ്ടല്ലോ, അവൻ കാണുന്നല്ലോ, കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് മാത്രം തിന്മകളിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ള ആളുകൾക്ക് ജന്നതാൻ, അവർക്ക് 2 സ്വർഗമുണ്ട്, 2 തോട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തരുന്നു. റബ്ബുൽ ആലമീൻ നമുക്കതാ പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു തന്നില്ലേ? അപ്പോൾ നോക്കൂ, ചീത്തയായ കാര്യങ്ങളിൽ നിന്ന്, അത്തരം സന്ദർഭങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, 100 ആളെ കൊന്നവരെയാളുടെ സംഭവം പറഞ്ഞത് നമുക്കറിയാം. 100 ആളെ കൊന്നയാളുടെ തൗബ സ്വീകരിക്കപ്പെടാൻ അദ്ദേഹത്തോട് ഒരു പണ്ഡിതൻ ഉപദേശിച്ച ഒരു കാര്യം എന്താണ്? തിന്മയിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പൊയ്ക്കോ. ഫൈന്നഹാ അർളു സൂഇൻ, ഈ നാടൊരു ചീത്ത നാടാണ്. വദ്ഹബി ഇലാ അർളി കദാ, മറ്റൊരു നാട്ടിലേക്ക് പൊയ്ക്കോളൂ. ഫൈന്ന ഫീഹാ ഖൗമൻ, അവിടെ ചില ആളുകളുണ്ട്, യഅ്ബുദൂനല്ലാഹ തആല, അല്ലാഹനെ ശരിക്കും ആരാധിക്കുന്ന ആളുകളുള്ള ഒരു നാടുണ്ട്. ഫഅ്ബുദില്ലാഹ മഅഹും, അവരുടെ കൂടെ പോയി നിങ്ങളും അല്ലാഹനെ ആരാധിച്ചോളൂ. കണ്ടോ, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ആപത്തിൽ അകപ്പെടാതിരിക്കാൻ, അത്തരത്തിലുള്ള റൂമുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന്, ജോലികളിൽ നിന്ന്, സന്ദർഭങ്ങളിൽ നിന്ന് ഒക്കെ വിട്ടു നിൽക്കണം എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഈ നിലക്ക് അള്ളാഹ്ക്ക് വേണ്ടി വിട്ടുനിന്നാൽ, അള്ളാഹുവിന് വേണ്ടി സൂക്ഷ്മത പാലിച്ചാൽ പടച്ച റബ്ബിന്റെ വലിയ പ്രതിഫലം കിട്ടും എന്നതാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ രൂപത്തിൽ പടച്ച റബ്ബിന്റെ തണലിന് അർഹരാകുന്ന നിലക്ക് ജീവിതത്തിൽ സൂക്ഷ്മത കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്നും തഖ്വ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന, അതേ മരണപ്പെടുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് ശിഫയും രക്ഷയും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له
وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രത്യേകം സജ്ജീകരിക്കുന്ന മഹത്വമേറിയ തണലിന്റെ കീഴെ നിൽക്കുവാനും സന്തോഷിക്കുവാനും സൗഭാഗ്യം ലഭിക്കപ്പെടുന്ന ധാരാളക്കണക്കിന് വിഭാഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ദാനധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെയാണ് ഇന്ന് ആ കൂട്ടത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിഭാഗം വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. അതായത് അയാൾ ധർമ്മം ചെയ്യുന്നു, സദഖ ചെയ്യുന്നു, ഫഅഖ്ഫാഹാ, ആ ധർമ്മത്തെ അയാൾ എന്തു ചെയ്യുന്നു? രഹസ്യമാക്കി വെക്കുന്നു. എത്രത്തോളം അയാൾ ആ ധർമ്മം രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്? ലാ തഅലമ ശിമാലുഹു, അദ്ദേഹത്തിന്റെ ഇടത് കൈ അറിയുന്നില്ല. മാ തുൻഫിഖു യമീനുഹു, അദ്ദേഹത്തിന്റെ വലത് കൈ ചെലവഴിക്കുന്നത്. വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്തത്ര. എന്ന് പറഞ്ഞാൽ കൈ അറിയുക എന്നതല്ല, അത്രത്തോളം തന്റെ വലത്തെ കൈ തന്റെ ശരീരത്തിന്റെ തന്നെ ഒരു ഭാഗമായ വലത് കൈയും ഇടത് കൈയും എത്ര അടുത്താണ് അവ സ്ഥിതി ചെയ്യുന്നത്, അത്രത്തോളം അടുത്തുള്ള ഇടത് കൈയായിട്ട് പോലും തന്റെ വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിഞ്ഞില്ല. അത്ര സൂക്ഷ്മതയോടുകൂടി ഒരാൾ അറിയാതെ സ്വകാര്യമായി എന്റെ റബ്ബ് മാത്രം അറിയണം, അവൻ മാത്രം അറിയുന്നു, അവന്റെ പ്രതിഫലം മാത്രമേ ഞാൻ ലക്ഷ്യം വെക്കുന്നുള്ളൂ, മറ്റൊരു ഉദ്ദേശവും എനിക്കില്ല എന്ന നിലക്ക് അതീവ രഹസ്യമായി ധർമ്മം കൊടുത്ത വ്യക്തി അല്ലാഹുവിന്റെ പ്രത്യേകമായ തണലിന് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ കീഴെ മഹ്ശറിൽ അയാൾ അർഹനാണ്, യോഗ്യനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി ധർമ്മത്തിന്റെ പ്രാധാന്യം. കാരണം അയാളെപ്പറ്റി പറഞ്ഞത് അയാൾ ധർമ്മം ചെയ്യുന്നു എന്നാണല്ലോ. അപ്പൊ ധർമ്മത്തിനുള്ള ശ്രേഷ്ഠത, ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതിന്റെ ശ്രേഷ്ഠത നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും പ്രയോഗരംഗത്ത് കൊണ്ടുവരേണ്ടതുമാണ്. നമുക്കറിയാം, സമൂഹത്തിൽ എല്ലാ ആളുകളും ഒരേ നിലവാരത്തിലുള്ള ആളുകളല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഭൂമുഖത്ത് ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്
എല്ലാവർക്കും ഒരേ തോതിൽ സൗകര്യങ്ങൾ നൽകിക്കൊണ്ടല്ല, പലർക്കും വ്യത്യസ്തമായ നിലയിലാണ്. അവരുടെ കൂട്ടത്തിൽ സമ്പന്നരുണ്ട്, ഇടത്തരക്കാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, അതീവ ദരിദ്രരായ ആളുകളും ഉണ്ട്. ഇങ്ങനെ പല തട്ടുകളിലായിക്കൊണ്ടാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഇത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ചില ഹിക്മത്തുകൾ അതിന്റെ പിന്നിലുണ്ട്. എല്ലാ ആളുകളും ഈ ലോകത്ത് സമ്പന്നരായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒരു തൊഴിലും നടക്കില്ലായിരുന്നു. സമ്പന്നരായ ആളുകളാണ് ലോകത്ത് മുഴുവനുമെങ്കിൽ അവർക്ക് കീഴാളരായി അവരുടെ കീഴിൽ ജോലി ചെയ്ത് അന്നാന്ന നിത്യവൃത്തിക്ക് വേണ്ടി തൊഴിലെടുക്കാനും പണിയെടുക്കാനും തൊഴിലാളികളെ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതേപോലെ ഈ ലോകത്ത് മുഴുവൻ ദരിദ്രരാണ്, പട്ടിണി പാവങ്ങളാണെങ്കിൽ അവർക്കൊരു തൊഴിൽ നൽകാൻ, അവർക്കൊരു നേരത്തെ ആഹാരത്തിനുള്ള വക, അതിനുവേണ്ട അധ്വാനങ്ങൾ അവർ അധ്വാനിക്കുമാർ, അവർക്ക് വേണ്ട തൊഴിലുകളിലേക്ക് അവരെ ക്ഷണിക്കാൻ ആരാണ് ഈ ലോകത്തുണ്ടാവുക? അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പടച്ചവൻ ചിലരെ ഇങ്ങനെയാക്കി എന്നൊക്കെ നമ്മളുടെ പരിമിതമായ കുറഞ്ഞ തോതിലുള്ള ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കത് പ്രയാസകരമായി തോന്നുന്നു. എങ്കിലും ഒരർത്ഥത്തിൽ ആലോചിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു സംവിധാനമല്ല ലോകത്തുള്ളതെങ്കിൽ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് അർഹമുർ റഹീമീനായ നാഥൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ പല രൂപത്തിലുമാണ് ആളുകൾക്ക് സൗകര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അത് നിന്റെ റബ്ബാണ് തീരുമാനിക്കുന്നത്, അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. നമ്മളാരും ഉദ്ദേശിച്ച രൂപത്തിലല്ല നമുക്ക് ഇവിടെ സൗകര്യങ്ങൾ കിട്ടുന്നത്. ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. നിന്റെ രക്ഷിതാവാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖിനെ അവൻ വിശാലമാക്കി കൊടുക്കും, ചിലർക്ക് അവൻ വളരെ അളന്ന് കണക്കാക്കി കുടുസാക്കി കൊടുക്കുകയും ചെയ്യും. അവിടെയും ഇസ്ലാം ഒരു കാര്യം പറഞ്ഞു, അള്ളാഹു ആർക്കെങ്കിലും ധാരാളമായി കൊടുക്കുന്നതോ കൊടുക്കാതിരിക്കുന്നതോ, ആരെങ്കിലും പരിഗണിച്ചതിന്റെയോ ആരെങ്കിലും ആദരിച്ചതിന്റെയോ, അല്ലെങ്കിൽ കൊടുക്കാത്തത് ആരെങ്കിലും അവഗണിച്ചതിന്റെയോ അനാദരിച്ചതിന്റെയോ ലക്ഷണമായി ആരും കാണാനും പാടില്ല. അള്ളാഹു ധാരാളമായി കൊടുത്തവർക്ക് അവരെ വല്ലാതെ സ്നേഹിച്ചിട്ടാണെന്ന് ആരും ധരിക്കണ്ട. തീരെ കിട്ടാത്തവർ നിരാശപ്പെടേണ്ട, എന്റെ റബ്ബെന്നെ അവഗണിച്ചല്ലോ, അവൻ എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്ന നിരാശാബോധവും വേണ്ട. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ദൈഹിക ലോകത്തിലെ കേവല അലങ്കാരങ്ങൾ മാത്രമാണ് സമ്പത്തും സന്താനങ്ങളുമൊക്കെ. അത് അല്ലാഹ് കൊടുത്തുകൊണ്ടും പരീക്ഷിക്കും, കൊടുക്കാതെയും പരീക്ഷിക്കും. സമ്പത്തിനോട് കൂട്ടിപ്പറഞ്ഞതാണ് സന്താനങ്ങൾ. രണ്ടും പരീക്ഷണമാണ്. കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും, കൊടുക്കാതെയും പരീക്ഷിക്കും. കിട്ടിയവർ ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുമ്പോൾ, കിട്ടാത്തവർ സബർ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലത്തെ ആശിക്കുകയാണ് വേണ്ടത് എന്നതാണ് ഈ വിഷയത്തിലെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ സഹോദരങ്ങളെ, ഇസ്ലാം പറയുന്നു ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ പല തട്ടുകളിലുള്ള ആളുകളാണെന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, നിങ്ങൾ ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കണം. ഏറ്റവും വലിയ മുതലാളിയായ ഖാറൂൻ മുതലാളിയോട് പോലും അക്കാലഘട്ടത്തിൽ അയാൾ അഹങ്കരിച്ചുകൊണ്ട് നടന്നപ്പോൾ നാട്ടിലെ നല്ലവരായ മനുഷ്യന്മാരെ അയാളോട് പറഞ്ഞു, അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. ഓ ഖാറൂനോട് ആളുകൾ പറയാൻ തുടങ്ങി, നിങ്ങൾ എന്ത് ചെയ്യരുത്? അഹ്സിൻ, നിങ്ങൾ വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഐഹിക ലോകത്ത് നിങ്ങൾക്ക് കിട്ടിയ വിഹിതം നിങ്ങൾ അനുഭവിക്കുന്നതിന് നിങ്ങൾ മറക്കണ്ട. അതിന് ഇവിടെ ആർക്കും എതിർപ്പില്ല. ദുനിയാവിലെ സുഖങ്ങൾ നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ. പക്ഷേ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്മ നിങ്ങൾക്ക് അല്ലാഹു ഒരുപാട് തന്നില്ലേ? ആ തന്നത് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണെന്ന ശുക്ർ മനസ്ഥിതിയോടുകൂടി ആളുകളിലേക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. അതേ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കരുതേ എന്നൊക്കെ ഖാറൂൻ മുതലാളിയോട് വരെ നാട്ടിലെ നല്ലവരായ ആളുകൾ പറഞ്ഞു നോക്കി. അയാൾ ധിക്കരിച്ചു, അയാൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി വെച്ചു പുലർത്തണം എന്നാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം നമ്മുടെ മനസ്സിൽ നിന്ന് പിശുക്ക് എന്ന് പറയുന്ന ഒരു മാരകമായ രോഗത്തിനത് പരിഹാരമാണ്. കൊടുത്ത് പഠിക്കണം,
കൊടുത്തു പഠിക്കണം. സ്വതക്ക ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അല്പമെങ്കിലും സ്വതക്ക ചെയ്തുകൊണ്ട് വളർത്തണം മക്കളെ പോലും. അവരുടെ കൈകൊണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വതക്കകൾ പോലും നമ്മുടെ മക്കളുടെ കൈകൊണ്ട് കൊടുപ്പിക്കുക. കാരണം എന്താണ്? അവരെയും ഈ രംഗത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ധർമ്മം ചെയ്യണം, ഇല്ലാത്തവരെ നമ്മൾ കണ്ടറിയണം, പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കണം എന്ന് അവരുടെ മനസ്സിലും ഒരു പ്രേരണയുണ്ടാക്കുമാറ് കുടുംബങ്ങളിൽ അതിനു വേണ്ട ഉത്ബോധനങ്ങൾ നടക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് സമൂഹത്തിലെ ദരിദ്രരായ ആളുകൾക്ക് സമ്പന്നരായ ആളുകളോട് പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പകയും വിദ്വേഷങ്ങൾക്കും അയവ് വരും എന്നുകൂടി ഇസ്ലാം കാണുകയാണ്. കാരണം ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുക, അവർക്ക് എല്ലാ സൗകര്യങ്ങളും, അത് കാണുകയാണ് പാവപ്പെട്ട കുറെ ആളുകൾ. അവർക്കൊട്ടും സൗകര്യങ്ങളില്ല, അവർ കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഈ മുതലാളി വർഗത്തോട്, ഈ സമ്പന്നരോട് പകയും വിദ്വേഷവും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിനും കൂടിയാണ് അവരെ കണ്ടറിഞ്ഞ് സഹായിക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. അവർക്കല്ല ധാരാളം ബറക്കത്ത് കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥന പാവങ്ങളുടെ മനസ്സിലുണ്ടാവുകയാണ്. കാരണം അയാളുടെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ അയാൾ എന്നെ സഹായിച്ചത്, അയാൾ ഞങ്ങളുടെ കാര്യവും പരിഗണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾക്ക് അല്ല ഇനിയും കൊടുക്കട്ടെ എന്ന് ആ മനുഷ്യന്റെ വളർച്ചയിൽ ഒരു അസൂയ തോന്നാതെ അയാൾക്ക് ഇനിയും ബറക്കത്തല്ല കൂട്ടിക്കൊടുക്കട്ടെ എന്ന് പറയുമാറ് പാവങ്ങളായ ആളുകളുടെ മനസ്സിൽ ഒരു കൃത്യമായ ഒരു നല്ല ബോധമുണ്ടാക്കിയെടുക്കുവാനും കൂടി സമൂഹത്തിന്റെ കെട്ടുറപ്പിന്, സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് മുതലാളി തൊഴിലാളി അല്ലെങ്കിൽ പാവപ്പെട്ടവൻ പണക്കാരി എന്നിവർക്കിടയിൽ വളർന്നു വരുന്ന അസൂയയുടെയും വിദ്വേഷത്തിന്റെയും പകയുടെയും ഒക്കെ പുകമറകളെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാവർക്കും ഇടയിൽ രഞ്ജിപ്പും ഐക്യവും ഉണ്ടാകുമാറാണ് ഇസ്ലാം സാമ്പത്തികമായ മേഖലയിൽ നിർദ്ദേശങ്ങൾ ഓരോന്നും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം എല്ലാവരോടും പറയുന്നു, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ റബ്ബിൽ നിന്ന് തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ള അവന്റെ പാപമോചനത്തിലേക്കും അവൻ മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും കുതിച്ചോളോ ജനങ്ങളെ. ആരാണ് മുത്തഖീങ്ങൾ എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ചെലവഴിക്കുന്നവരാണവർ. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു തആല സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലുമൊക്കെ ചെലവഴിക്കുന്നവരെയാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞത്, അവർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് സ്വർഗം കിട്ടണോ, അള്ളാഹുവിങ്കൽ നിന്ന് പാപമോചനം കിട്ടണോ? ഉള്ളതിൽ നിന്ന് ചെലവഴിക്കണം. അത് നമുക്ക് നല്ല സന്തോഷമുള്ള നേരത്തും ചെലവഴിക്കണം, സന്താപമുള്ള നേരത്തും ചെലവഴിക്കണം. ചില ആളുകൾ വലിയ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം സദഖ ചെയ്യും. ചില ആളുകൾ സന്തോഷമുള്ളപ്പോൾ മാത്രം സദഖ ചെയ്യും. ഞാൻ പറയുന്നത് യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ധർമ്മം ചെയ്യുന്നവർ, ചെലവഴിക്കുന്നവർ, അവർക്കാണ് മഗ്ഫിറത്ത്, അവർക്കാണ് സ്വർഗം. ഇത് നോക്കൂ, അല്ലാഹ് ഇതിന്റെ പ്രതിഫലത്തിന്റെ ഇരട്ടിയും അതിന്റെ വളർച്ചയും പറയുന്നു. യംഹഖുല്ലാഹു റിബാ വയുർബി സ്വദഖാത്ത്. പലിശയെ അല്ലാഹു നശിപ്പിച്ചു കളയുന്നു, പലിശ റബ്ബ് മായിച്ചു കളയും. അഥവാ അതിന് ബറക്കത്തില്ല. പലിശ വാങ്ങിയിട്ട് ആരെത്ര മുതലാളിയായാലും അവന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല. അതിന്ന് മല പോലെ വന്നത് നാളെ മഞ്ഞ പോലെ അങ്ങ് ഉരുകിത്തീരും. അതിന് ബറക്കത്തില്ല. അതിങ്ങനെ കുറഞ്ഞു വരും. അതിന്റെ ബറക്കത്തല്ല നശിപ്പിക്കും. അതേ അവസരത്തിൽ ധർമ്മം കൊടുത്തത് അങ്ങനെയല്ല. വയുർബി الصدقات أي يزيدها وينميها ويضاعف ثوابها. അതല്ല വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിനെ അല്ല ഇങ്ങനെ വളർത്തി വലുതാക്കും. അതിന്റെ പ്രതിഫലം അവൻ ഇരട്ടിയാക്കി കൊടുക്കും. എത്രത്തോളം? ഉപമാരൂപത്തിൽ സൂറത്തുൽ ബഖറയിലെ 261 ആയത്തിലൂടെ റബ്ബ് പഠിപ്പിച്ചു, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്. അംബതത് സബഅ സനാബിൽ, ഒരു ധാന്യമണി നല്ല ഒരു മണ്ണിലേക്ക് അങ്ങെറിഞ്ഞാൽ അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മുളച്ച് 7 കതിരുകളെ അത് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു
ഹബ്ബത്തിൻ, ഓരോ കതിരിലും 100 വീതം ധാന്യങ്ങളാ പിന്നീട് വിളയുന്നത്. അല്ലാഹു യുദാഇഫു ലിമൻ യശാ, ഒരു ധാന്യം എറിഞ്ഞപ്പോൾ അത് 700 ആയില്ലേ, അതുകൊണ്ടും നിൽക്കില്ല. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അൻവിനെയും ഇരട്ടിക്കിരട്ടിയായി കൊടുക്കും. അത്രമാത്രം കൊടുക്കാൻ മാത്രം കോടാനുകോടി സമ്പന്നര് ലോകത്തില്ലേ? ഇഖ്ലാസോടെ ധർമ്മം ചെയ്യുന്നവര് ഒട്ടേറെയില്ലേ? ഇവർക്കൊക്കെ ഇരട്ടിക്കിരട്ടി കൊടുക്കാൻ മാത്രം 700 അതിനപ്പുറമൊക്കെ ഇരട്ടിയായി കൊടുക്കാൻ മാത്രം പടച്ച റബ്ബിന്റെ അടുത്തുണ്ടോ? അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹ് വളരെയേറെ വിശാലനാകുന്നു. അവന്റെ ഖജനാവിൽ നിന്ന് കൊടുത്താ തീരൂല. നിങ്ങളുടെ അടുത്തുള്ളതേ തീർന്നു പോവുകയുള്ളൂ. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ അടുക്കലുള്ളതൊക്കെ തീർന്നു പോകാനുള്ളതാണ്. പടച്ച റബ്ബിന്റെ അടുക്കലുള്ളത് തീർന്നു പോവുകയില്ല. അവനത്രയും വിശാലനാണ്. അലീം, ആർക്കൊക്കെ എത്ര തോതിൽ പ്രതിഫലം കൊടുക്കണം എന്ന് നന്നായി ഓരോരുത്തരെയും വ്യത്യസ്തമായി തിരിച്ചറിയാനും അവന് കഴിയും. കോടാനുകോടി മനുഷ്യന്മാര് ധർമ്മം ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും മനസ്ഥിതി എന്ത്, ഓരോരുത്തന്റെയും നിയത്തെന്ത് എന്ന് വേർതിരിച്ചറിയാൻ മാത്രം വിപുലമായ ഇൽമുള്ള അലീമാണ് റബ്ബ് എന്ന ആയത്തിലും ഓർമ്മപ്പെടുത്താൻ. അപ്പൊ നമുക്ക് സ്വർഗം കിട്ടാൻ, പാപമോചനം കിട്ടാൻ, വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു വമ്പിച്ച ബിസിനസ്സും കച്ചവടവുമാണ് ഇതെന്നാണ് അല്ലാഹ് പറയുന്നത്. അള്ളാന്റെ മാർഗത്തിലേക്കുള്ള ധർമ്മം അവന് വായ്പ കൊടുക്കലായിട്ടാണ് ഇസ്ലാം ഉപമിച്ചത്. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ, ആരുണ്ട് അല്ലാഹുവിന് ഏറ്റവും മുന്തിയ കടം കൊടുക്കാൻ? അള്ളാന്റെ മാർഗത്തിലേക്ക് ധർമ്മം ചെയ്യുന്നത് കടം കൊടുക്കൽ പോലെ. ഫയുദാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം, അങ്ങനെ റബ്ബവന്നതാ അതിന്റെ പ്രതിഫലം ഇരട്ടിക്കിരട്ടിയാക്കി കൊടുക്കുന്നു. അവന് മാന്യമായ പ്രതിഫലം വേറെയും അവൻ ഒരുക്കി വെക്കുന്നു. അപ്പൊ വലിയ പ്രതിഫലമാണ്, ഏറ്റവും വലിയ പ്രതിഫലമാണ്. അള്ളാന്റെ മാർഗത്തിൽ ഇത്തിരി കൂടുതലോ കുറവോ എന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടത്, വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്, ഉള്ളതിൽ നിന്ന് അല്പമെങ്കിലുമൊക്കെ കൊടുത്തു പഠിക്കണം, കൊടുത്ത് ശീലിക്കണം. കുറേശ്ശെ കൊടുത്ത് ശീലിച്ചാൽ അധികം കൊടുക്കുന്നതിൽ വിഷമം വരില്ല. തീരെ കൊടുക്കാത്തവന് ഒരു ചെറിയ സംഖ്യ കൊടുക്കുമ്പോ തന്നെ വല്ലാത്ത വിഷമുണ്ടാകും. അവന്റെ ഉറക്കം കളയും, കൊടുത്തുപോയല്ലോ, കൊടുത്തും പോയി എന്ന നിലക്ക്. കാരണം എന്താ? അവനത് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ശീലമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു നഷ്ടവും വരാത്ത കാര്യമാണ് ധർമ്മം. യബ്ന ആദം, ഓ ആദമിന്റെ സന്തതി, അൻഫിഖ്, ചെലവഴിച്ചോ, ഉൻഫിഖ് അലൈക്, നിന്റെ മേൽ അതിന് ഇരട്ടിക്കിരട്ടിയായി നൽകപ്പെടും. നാളെ മഹ്ശറിൽ അതിന് വലിയ രൂപത്തിൽ നിനക്ക് കിട്ടും. മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ, ആരും ഭയപ്പെടേണ്ടതില്ല. ഉള്ള മുതൽ കുറഞ്ഞു പോകുമോ, ഉള്ള മുതൽ ഇല്ലാതായി പോകുമോ, അത് ശൈത്താനാണ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുക. ശൈത്താൻ പറയും കൊടുത്തു പോകരുത്. നല്ലൊരു മാർഗത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി മനസ്സ് വരുമ്പോൾ ശൈത്താൻ നമ്മൾ ഭീഷണിപ്പെടുത്തുകയാണ്. എന്ത്? ഫഖീറായി പോകും, കൊടുക്കണ്ട. അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ, ശൈത്താൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നത് ദാരിദ്ര്യത്തെയാണ്. എന്നാലോ മോശപ്പെട്ട കാര്യത്തിലേക്ക് കൊടുക്കാൻ ശൈത്താൻ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ നമുക്ക് ദാരിദ്ര്യം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നല്ലൊരു കാര്യത്തിന് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ശൈത്താൻ എന്തൊക്കെ തോന്നിപ്പിക്കുന്നറിയോ? തലമുറയായിട്ട് വരാൻ പോണ കാര്യങ്ങൾ വരെ തോന്നിപ്പിക്കും. ഞാനൊക്കെ അത് കൊടുക്കേ, എന്താപ്പന്റെ സ്ഥിതി, വീടായോ, എല്ലാ പ്രശ്നങ്ങള്, ഇനിയിപ്പോ വിവാഹം കഴിക്കാനായി ഓരോ പ്രശ്നങ്ങള്, എന്തൊക്കെ, നീ അവസാനം ഭാര്യ ഗർഭിണി, പ്രസവിച്ച് പെൺകുട്ടിയാ, നീ അതുമല്ല പിന്നെ ഗർഭത്തിലുണ്ട്, അതെന്താകും, ഇങ്ങനെയൊക്കെ അവിടുന്ന് അടി മാന്തുന്ന രൂപത്തിൽ ഇബ്ലീസ് ഇങ്ങോട്ട് കണക്കുകൾ അവതരിപ്പിക്കും. എന്തിന്? നല്ല മാർഗത്തിലേക്ക് കൊടുക്കാൻ വല്ല ആലോചനയും മനസ്സിൽ തോന്നുന്നുവെങ്കിൽ അത് ഇല്ലാതാക്കാൻ ഇബ്ലീസ് അത് ഫഖർ, ദാരിദ്ര്യം പറഞ്ഞു പേടിപ്പിക്കും. അതേ അവസരത്തിൽ തോന്നിവാസത്തിനെ കൊടുക്കുകയാണെങ്കിൽ ശൈത്താൻ ഇതൊന്നും ഓർമ്മിപ്പിക്കൂല. അപ്പൊ ശൈത്താൻ എന്താ പറയാ? കൊടുക്കാതെ അത്രയൊന്നും കൊടുത്താൽ പോരാ, നിന്റെ സ്റ്റാറ്റസ് കാത്തു സൂക്ഷിക്കണ്ടേ, നീ സമൂഹത്തിൽ അറിയപ്പെടുന്നയാളല്ലേ, നീ മോശമാകാൻ പറ്റുമോ, നീ സമൂഹത്തിൽ കുറഞ്ഞു പോകാൻ പാടുണ്ടോ, കൊടുക്ക്. 10,000 വിചാരിച്ചോനോട് പറയും 25,000 കൊടുക്കുകയെന്ന്. അതെ, മോശപ്പെട്ട കാര്യത്തിലേക്ക് നല്ല പ്രോത്സാഹനം ശൈത്താൻ കൊടുക്കും. അതാ അല്ലാഹ് തുടർന്നുകൊണ്ട് പറയുന്നത്, മോശപ്പെട്ട കാര്യത്തിൽ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു അവന്റെ റസൂലിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണ്? സന്തോഷ വാർത്ത എന്താണ്? മാ നഖസത സദഖത്തുൻ മിൻ മാലിൻ,
ഒരാളും മുതലിൽ നിന്ന് ധർമ്മം കൊടുത്തത് കൊണ്ട് മുതലൊട്ടും കുറയൂല. മുതൽ കൂടലല്ലാതെ അതിൽ ബറക്കത്ത് ചൊരിയലല്ലാതെ കൊടുത്തത് കൊണ്ട് ധർമ്മം കൊടുത്തിട്ടൊരാളും പൊളിഞ്ഞു പോകൂല. ഒരുപാട് കൂട്ടിവെച്ചിട്ട് ഇവിടെ ആർക്കും ദീർഘായുസ്സും കിട്ടിയിട്ടില്ല. കൊടുത്തിട്ടൊരാൾ പൊളിഞ്ഞും പോയിട്ടില്ല. അറൂനി ബഖീലൻ ത്വാല ഉംറൻ ബിബുഖിലിഹി. ആരെങ്കിലും പിശുക്ക് കാണിച്ചിട്ട് വലിയ മുതലാളിയായതൊന്ന് കാണിക്കാമോ? അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് ആപത്തുകൾ? അതേ അവസരത്തിൽ കൊടുത്തതുകൊണ്ട് ആരെങ്കിലും പൊളിഞ്ഞു പോയിട്ടുണ്ടോ? അതും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. മലക്കുകളതാ ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയാണ്. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി. ഒരടിമയും ഈ ലോകത്ത് പ്രഭാതത്തിൽ അവൻ എഴുന്നേൽക്കുന്നില്ല. അള്ളാഹുവിന്റെ അടിമകൾ ഈ ലോകത്ത് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ഒരൊറ്റ ദിവസവുമില്ല. ഇല്ലാ മലക്കാനി യൻസിലാൻ. 2 മലക്കുകളതാ എല്ലാ ദിവസവും ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്. ഒരു മലക്ക് പറയുന്നു, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫാ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ കൂടുതൽ കൂടുതൽ കൊടുക്കണേ. അത് പറയുമ്പോൾ വയഖൂലുൽ ആഖറു, മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫാ. നിന്റെ മാർഗത്തിലേക്ക് ഒന്നും ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്കന് നാശം നീ കൊടുക്കണേ. അവനെ എല്ലാ രൂപത്തിലുള്ള ബറക്കത്തിൽ നിന്നും നീ മുറിച്ചു കളയണേ. അതേ, മലക്കുകൾ എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും കഴിഞ്ഞു പോകുന്നില്ലെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ബുഖാരിയും മുസ്ലിമും ഒക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, നമുക്ക് ബറക്കത്ത് കിട്ടുന്നു എന്ന് മാത്രമല്ല, സമൂഹത്തിന് ബറക്കത്ത് കിട്ടുന്നു. സമൂഹത്തിന് കിട്ടാൻ പോകുന്ന ബറക്കത്തിന്റെ മുടക്കികളായി മാറാൻ നമ്മൾ പാടില്ല. അതേ, ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമല്ലേ മഴ കിട്ടുന്നത്? മഴക്ക് പോലും മുടക്കം വരും നമ്മൾ ധർമ്മം കൊടുക്കാതിരുന്നാൽ. നിർബന്ധ സകാത്തിൽ കമ്മി വരുത്തിയാൽ മാമനാ ഖൗമുൻ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ. ഏതൊരു ജനത അവരുടെ സമ്പത്തിന്റെ സകാത്തിനെ തൊട്ട് തടയുന്നുവോ, ആ ജനതക്ക് മുനിഉൽ ഖത്റ മിനസ് സമാ, വാനലോകത്ത് നിന്നുള്ള മഴവർഷം തടയപ്പെടും. അതേ, മഴ കുറയുമ്പോ നമ്മൾ വിചാരിക്കും അതെന്തായി കുറി മഴയില്ലാത്തത്? അവനവന്റെ തെറ്റുകളാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ധർമ്മം കുറയുമ്പോൾ, സകാത്തിൽ പാളിച്ച പറ്റുമ്പോൾ, അത് പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കാതെ പൂഴ്ത്തിവെക്കുമ്പോൾ, ജീവജാലങ്ങൾക്കും ജന്തുലോകത്തിനും സസ്യലതാദികൾക്കും വരെ ആവശ്യമായ തെളിനീരിന്റെ വർഷം പോലും മുട്ടിപ്പോകുന്നു, തടയപ്പെടുന്നു എന്ന് വരുമ്പോൾ, സകാത്ത് കൊടുക്കാത്തവന് എന്തെല്ലാം രൂപത്തിലുള്ള ദോഷമാണ് അതിലൂടെ വരാൻ പോകുന്നത്? അത്ര ഗൗരവമാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച്, പ്രയാസമുണ്ടായാലും ഇല്ലെങ്കിൽ കഴിവിനനുസരിച്ച് ഉള്ളത്, ഒരു ദിർഹമാണ് കൊടുക്കുന്നതെങ്കിലും അത് ആത്മാർത്ഥതയാണ്. അതാണല്ലോ ഇവിടത്തെ വിഷയം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിസ്സാരമാണെന്ന് വിചാരിക്കണ്ട. നിസ്സാരമാണോ നിങ്ങൾ കൊടുക്കുന്നതെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന നിസ്സാരമായ സംഖ്യ നിങ്ങളെ അപേക്ഷിച്ച് വൻ സംഖ്യയാണ്. പടച്ച റബ്ബിനല്ലേ നിങ്ങളുടെ ആസ്തി അറിയുന്നത്. ഓരോരുത്തരുടെയും ആസ്തി റബ്ബിനല്ലേ അറിയുക. ഒരുപാട് മുതലുള്ളവൻ കൊടുക്കുന്നതും ഇല്ലാത്തവൻ അവൻ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സബഖ ദിർഹമുൻ മിഅത്തൽഫി ദിർഹം. 1,00,000 ദിർഹമിനെ കവച്ചു വെക്കുന്ന ഒരു ദിർഹമുണ്ട്. 1,00,000 ദിർഹമിനെ കവച്ചു വെക്കുന്ന ഒരു ദിർഹമുണ്ട്. ഇതിനെ തങ്ങളങ്ങ് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, വകൈഫ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അതെങ്ങനെയാണ്? 1,00,000ത്തെയും കവച്ചു വെക്കുന്ന ഒരു ദിർഹം എങ്ങനെയാണ്? നമുക്കുണ്ടാവില്ലേ മനസ്സിലാ സംശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞു കൊടുക്കുന്നു, കാനലി റജുലിൻ ദിർഹമാനി. അതേ, മുൻഗാമികളിൽ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്കതാ അയാളുടെ ആകെ ആസ്തി 2 ദിർഹമാണ്. 2 ദിർഹം മാത്രം ആസ്തിയുള്ള പാവപ്പെട്ട മനുഷ്യൻ ധർമ്മം ചെയ്യൽ അനിവാര്യമായ ഒരു ഘട്ടമെത്തിയപ്പോൾ തസദ്ദഖ ബിഅഹദിഹിമാ, ഉള്ളതിന്റെ പകുതി അങ്ങ് ധർമ്മം ചെയ്തു. 1 ദിർഹമാ കൊടുത്തത്. അതേ അവസരത്തിൽ
ഫന്തലഖ റജുലുൻ ഇലാ ഉർദി മാലിഹി, ഒരു വലിയ സമ്പന്നനയാൾ, വലിയ കോടീശ്വരനാണ്, വലിയ സമ്പന്നനാണ്. അയാൾ ആ സന്നിഗ്ധമായ ഘട്ടത്തിൽ അയാൾ എന്തു ചെയ്തു? 1,00,000 ദിർഹമാണ് അയാൾ കൊടുക്കുന്നത്. അതിന്റെയും അപ്പുറം കൊടുക്കാൻ അയാൾ കഴിവുള്ളവനാണ്. അത്രയും ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കണ്ടോ 1,00,000 കവച്ചു വെച്ച 1 ദിർഹമുണ്ട്. എന്താ അവിടെ മാനദണ്ഡമായത്? എന്താണ് അവിടെ മാനദണ്ഡമായത്? കൊടുത്ത തുകയുടെ അളവല്ല, കൊടുക്കുന്നവന്റെ മനസ്സിന്റെ ആ തെളിമയാണ്. അവന്റെ പ്രയാസം എത്രയാണ് അത് മാലോകരറിയേണ്ടതല്ല. അവനും അവന്റെ റബ്ബും മാത്രം അറിയുന്ന സ്വകാര്യമാണ്. അതാണ് ഇവിടുത്തെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറയുന്നതും അതാണ്. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, ജന്തുക്കൾക്ക് നൽകുന്നതും. നബി തങ്ങളോട് ചോദിച്ചില്ലേ, അലനാ ഫിൽ ബഹായിമി അജ്റുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൃഗങ്ങൾക്ക്, ജന്തുക്കൾക്ക് ഞങ്ങൾ വല്ലതും കൊടുത്താൽ പോലും അതിൽ പുണ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫീ കുല്ലി ദീ കബിദിൻ റത്ബിൻ അജ്റുൻ, പച്ചക്കരളുള്ള ഏത് ജീവിക്ക് നിങ്ങൾ എന്ത് കൊടുത്താലും അതിലൊക്കെ പുണ്യമുണ്ട്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരാള് നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അയാൾ സ്വർഗ്ഗക്കാരനായി, പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു പൂച്ചയെ പുറത്തേക്ക് അഴിച്ചു വിടാതെ, അതിന്റെ ഭക്ഷണം തേടാൻ പോലും അനുവദിക്കാതെ ക്രൂരമായി കെട്ടിയിട്ട് കൊന്നയാൾ നരകാവകാശിയായി മാറിയെന്ന് ഇസ്ലാം പറയുന്നത് എന്തുകൊണ്ടാ? അവിടെയൊക്കെ ആരോടും കാരുണ്യം വേണം, കരുണയുള്ള മനസ്സ് വേണം. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിപ്പോ ധർമ്മത്തിന്റെ പ്രതിഫലമാണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ഈ ഹദീസിന്റെ രണ്ടാമത്തെ വശമായി മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യന്റെ ഇഖ്ലാസാണ് ഇവിടെ അയാൾക്ക് തണൽ അതിനർഹനാക്കിയത്. എന്താണ് ഇവിടെ ഇഖ്ലാസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അയാൾ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇസ്ലാമികമായി രഹസ്യമായി ചെയ്യുന്ന ധർമ്മങ്ങൾ, ഇന്ന സ്വദഖത സിരി, സ്വകാര്യമായി കൊടുക്കുന്ന ധർമ്മം, തുത്ഫിഉ ഗദബർ റബ്ബി, റബ്ബിന്റെ കോപത്തെ അത് അണച്ചുകളയും, റബ്ബിന്റെ കോപത്തെ അത് അണച്ചുകളയുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ ധർമ്മം ചെയ്തിട്ട് ആ ധർമ്മം ഒരു വേള നമ്മൾ വിചാരിച്ചത് നല്ലവരുടെ കൈകളിൽ എത്തണം എന്നാണ്. എന്നിട്ട് നമ്മുടെ വിചാരവും നമ്മുടെ ഉദ്ദേശവും 100% ശരിയായിരുന്നു. പക്ഷേ ആ സമ്പത്ത് പിന്നീട് എത്തിപ്പെട്ടത് നമ്മൾ അറിയാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില കൈകളിലാണെന്ന് വന്നാലും കൊടുത്ത നമ്മളുടെ കൂലിക്ക് കുറവില്ല. നബി തങ്ങൾ അതും വിശദീകരിച്ചു തരുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സംഭവം. ഖാല റജുലുൻ, ഒരാൾ പറഞ്ഞു ഒരിക്കൽ, ലാ തസദ്ദഖന്ന ലൈലത ബിസദഖ, ഇന്ന് രാത്രി ഞാൻ ഒരു ധർമ്മം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അയാൾ നേർച്ചയാക്കുകയാണ്. അയാളതാ സത്യം ചെയ്തുകൊണ്ട് പറയും, ഞാൻ ഇന്ന് ധർമ്മം ചെയ്യും ഇന്നത്തെ ദിവസം. അങ്ങനെ അയാൾ ധർമ്മം കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഫവദഅഹാ ഫീ യദി സാനിയ, ഒരു വേശ്യയുടെ കയ്യിലാണ് സദഖ കൊടുത്തത്. അയാൾക്കറിഞ്ഞുകൂടെ ഈ പെണ്ണെന്ത് പെണ്ണാണെന്ന്, ഈ പെണ്ണ് മോശക്കാരിയാണോ അല്ലേ എന്നറിഞ്ഞുകൊണ്ടല്ല. അദ്ദേഹം കൊടുത്തത് വളരെ സ്വകാര്യമായ ഒരു സ്ത്രീക്ക്, വളരെ ഇഖ്ലാസോടെ കൊടുത്തത് ഒരു സാനിയത്തായ വേശ്യയുടെ കയ്യിലായി പോയി. ഫസ്ബഹു യതഹദ്ദസൂന, നബിതങ്ങൾ പറയാണ്, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം. നബിതങ്ങൾ പറയുന്നു, ആളുകൾ നാട്ടിൽ പിറ്റേന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. തുസുദ്ദിഖൽ ലൈലത അലാ സാനിയ, ഒരു വേശ്യക്ക് ഇന്നലെ വലിയ സ്വതക്ക കിട്ടിപ്പോയി. അപ്പോഴായി മനുഷ്യൻ അറിയുന്നത്, ഇന്നലെ ഞാൻ കൊടുത്തതിനെ പറ്റിയാണ് ആ പറയുന്നത്. ആളുകൾ അതറിഞ്ഞു. ഇന്നലെ ഞാൻ കൊടുത്തൊരു സ്വതക്ക ഒരു വേശ്യയുടെ കയ്യിലായി പോയി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അലാ സാനിയ, പടച്ച റബ്ബേ നിനക്കാണ് സ്തുതി. എനിക്കറിഞ്ഞൂടാ ആരുടെ കയ്യിലാ എന്റെ സ്വതക്ക എത്തിപ്പെടൽ ഖൈറെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അത് അവിടെ എത്തി, ഞാൻ ഉത്തരവാദിയല്ലല്ലോ. നാഥ നിന്റെ ഉദ്ദേശമാണ് നടക്കുക, എന്റെ ഉദ്ദേശമല്ലല്ലോ നടക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. വീണ്ടും അദ്ദേഹം പിന്നെയും പറയുന്നു, ഇന്നും ഞാൻ ധർമ്മം ചെയ്യും. അങ്ങനെയാള് ധർമ്മം കൊടുത്തു. ഒരു സമ്പന്നനായ ആൾക്കാണ് അയാൾ കൊടുത്തത്, ഫക്കീറാണെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോഴും പിറ്റേന്ന് ആളുകൾ പറയാൻ തുടങ്ങി, സമ്പന്നനും മുതലാളിക്കും സ്വതക്ക കിട്ടാൻ തുടങ്ങിയല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇന്നലെ ഞാൻ കൊടുത്തത് പാവപ്പെട്ട മനുഷ്യനാണെന്ന് വിചാരിച്ചു കൊടുത്തത് വലിയ മുതലാളിക്കായി പോയി. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലാ ഗനീൻ, പടച്ച റബ്ബേ നിനക്കാണ് സർവ്വ
സർവസ്തുതിയും എന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ലോ, എനിക്ക് കഴിവുള്ളതല്ലോ, നിന്റെ ഉദ്ദേശമാണല്ലോ സംഭവിക്കുക. വീണ്ടും അതാ മൂന്നാമത്തെ ദിവസം അദ്ദേഹം നിശ്ചയിക്കുന്നു, ലാ തസദ്ദഖന്ന ബിസദഖ, ഞാൻ ധർമ്മം ചെയ്യുക തന്നെ ചെയ്യും. സ്വതക്കയുമായി